നാരായണ നാരായണ ഗുരുവായൂരപ്പാശ്രണം. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി. ഭാഗവതം ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണ്. ആർക്കൊക്കെ ഭഗവാനെ കാണണം എന്ന് ആഗ്രഹമുണ്ടോ അവർക്ക് കാണാൻ പാകത്തിനാണ് ഭഗവാൻ ഭാഗവത രൂപിയായി ഇരിക്കുന്നത്. ആര് കാണണമെന്ന് ആഗ്രഹിച്ചാലും കാണാൻ സാധിക്കും. ഇനി പല പല ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ, അവർക്കും ഭാഗവതം എന്ന ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ, ഭാഗവത ധർമ്മം അനുഷ്ഠിച്ചാൽ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. സ്വതഹം ആരംഭത്തിൽ രാവിലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മന്ത്രം തന്നെയാണ് മനോരഥോ മദീയോയം സഫല സർവധാത്വയ നിർവിഘ്നേനൈവ കർത്തവ്യ ദാസോഹം തവ കേശവ. എന്റെ മനോരഥങ്ങളൊക്കെ സഫലമാക്കി തരണേ എന്ന് പറഞ്ഞിട്ടാണ്. മനസ്സിൽ ആഗ്രഹങ്ങളൊക്കെ സഫലമാവാനും ഈ ഭാഗവത ഉപാസന മതി. ഇനി മാറാ ദുരിതങ്ങൾ, പല പല വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും. ശാരീരികമായിട്ട്, മാനസികമായിട്ട്, സാമ്പത്തികമായിട്ട് പല രീതിയിൽ വിഷമം അനുഭവിക്കുന്നവർക്കും എല്ലാ ദുരിതവും മാറാൻ ഈ ഭാഗവത ഉപാസന മതി. പല പല കർമ്മങ്ങളെ കൊണ്ടും ദുരിതം മാറാണ്ട് വിഷമിക്കുന്നവര് ഭാഗവത ഉപാസന കൊണ്ട് ആ ദുരിതങ്ങളൊക്കെ മാറി സർവ ഐശ്വര്യ പ്രദായകന്മാരായി മാറിയിട്ടുണ്ട്. ഭാഗവത മഹാത്മ്യത്തിൽ ഭക്തിക്ക് പോലും ഉണർവുണ്ടായത്, ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഉണർവുണ്ടായത് ഭാഗവതം കേട്ടിട്ടാണ്. ആ ഭാഗവതം നമ്മളുടെ കഥയായിട്ടാണ് പറഞ്ഞു തരുന്നത്. മഹീപതേ ഭാഗവതോപമാനം മഹാപുരാണം ഭവനം മദീയം. രാമപുരത്തുകാര് മഹാരാജാവിന് എഴുതി കൊടുത്ത 4 വരിയാണ്. ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്ന ഐശ്വര്യം, സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ ഭാഗവതത്തെ ആശ്രയിച്ചാൽ മതി. രാമപുരത്തുകാർ തന്റെ അവസ്ഥ രാജാവിനെ 4 വരി കൊണ്ട് അറിയിച്ചത്. എന്റെ അവസ്ഥ ഭാഗവതോപമാനം മഹാപുരാണം ഭവനം മദീയം. എന്റെ വീട് ഭാഗവതം പോലെ വളരെ പഴയതാണ്. നോക്കുന്നവർക്കൊക്കെ വിരക്തി ഉണ്ടാക്കും, അർത്ഥങ്ങളിൽ നിന്നൊരു ഭേദമുണ്ട്. ഭാഗവതം മഹാപുരാണമാണ്, അത്രയും പഴയതാണ്. എന്നാൽ ഭാഗവതത്തില് അർത്ഥം ഉണ്ട്. ഭാഗവതത്തില് ഓരോ വാക്കിനും വളരെ വളരെ അർത്ഥങ്ങളുണ്ട്. എന്റെ വീട്ടിലാണെങ്കിൽ അർത്ഥമൊന്നുമില്ല, പണമൊന്നുമില്ല, അർത്ഥങ്ങൾ ഇല്ലെന്നൊരു ഭേദമുണ്ട്. ഭാഗവതത്തിൽ അർത്ഥമുണ്ട്, എന്റെ വീട്ടിൽ അർത്ഥമില്ല. കാരണം എന്റെ വീട്ടിൽ ഒന്നുമില്ല, ദാരിദ്ര്യമാണ് എന്ന് അറിയിച്ചതാണ്. അപ്പൊ അവിടെ തന്നെ അദ്ദേഹം ഭാഗവതത്തിന്റെ മഹാത്മ്യം പറഞ്ഞു. ഭാഗവതത്തിൽ അർത്ഥമുണ്ട്. ഭാഗവത ഉപാസന കൊണ്ട് അർത്ഥം നേടാൻ സാധിക്കും. അർത്ഥം എന്ന വാക്കിന് സമ്പത്ത് അർത്ഥം കൂടിയുണ്ട്. അപ്പൊ സമ്പത്ത് ഉണ്ടാവണമെങ്കിലും ഭാഗവതം വായിച്ചാൽ മതി, ഭാഗവതം കേട്ടാ മതി. എന്താ ഈ സമ്പത്ത്? ലാഭോ ഭക്തിരുത്തമ എന്ന് ഏകാദശ സ്കന്ധത്തിൽ കാണാം. ഭഗവാനിലുള്ള ഭക്തിയാണ് സമ്പത്ത്. ബാക്കിയുള്ള സമ്പത്തൊക്കെ പോകും ഒരു കാലത്ത്. ഒന്നാം തീയതി കിട്ടുന്ന ശമ്പളം കാലങ്ങളോളം കയ്യിലിരിക്കുന്നില്ല. പക്ഷെ ഭക്തി ഒരിക്കൽ സമ്പാദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും പോവില്ല. ഒരു തവണ ഭാഗവത ഗ്രന്ഥമൊക്കെ ആയിട്ട് സപ്താഹം നടക്കുന്നിടത്തേക്ക് പോയി ആ ഭാഗവതം വായിക്കുമ്പോ പുസ്തകം ഒന്നും മനസ്സിലാവുന്നില്ല, എന്നാലും പുസ്തകം നോക്കിയിരുന്ന ഭാഗവത കഥകൾ കേട്ട് ചെറിയൊരു ആകർഷണം അതിൽ വരും. ഭഗവത് കഥ കേട്ട് കഴിഞ്ഞാൽ അതിൽ ആകർഷിക്കും. എല്ലാവരെയും ആകർഷിക്കുന്നതുകൊണ്ട് തന്നെയാണ് കൃഷ്ണൻ എന്നുള്ള പേരിട്ടുള്ളത്. പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി. അമ്പലത്തിൽ ചെന്ന് നമ്മൾ കാണുക ഭഗവാന്റെ വിഗ്രഹമാണെങ്കിൽ ഭാഗവതത്തിൽ വന്നു കഴിഞ്ഞാല് പ്രത്യക്ഷനായിട്ടുള്ള ഭഗവാനെയാണ് കാണുക. ആ ഭഗവാൻ എവിടെയായിരിക്കണത്? ഓരോ ദിക്കിലും ഉണ്ട്. നമ്മുടെ ഇടവും വലവും മുമ്പിലും പിന്നിലും വശങ്ങളിലും ഒക്കെ ഉണ്ട്. നമ്മുടെ അകത്തും ഉണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ അകത്തിരിക്കുന്നുണ്ട് ഭഗവാൻ. നമ്മുടെ അകത്തിരിക്കുന്ന ഭഗവാനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരുപാട് കഥകളിലൂടെ പറഞ്ഞു തരും. ഒരുപാട് കഥകളിലൂടെ കാര്യത്തെ പറഞ്ഞു തന്ന് ഈ ലോകത്ത് കാര്യം എന്തേ ഉള്ളൂ? ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് കാര്യമായിട്ട്.
ആ ഈശ്വരന്റെ ഒരു കളിയാണ് ഈ പ്രപഞ്ച സൃഷ്ടി. ഭഗവാന്റെ ലീലയാണ്. സൃഷ്ടിസ്ഥിതി സംഹാര ലീല എന്നാണ് പറയുക. ഭഗവാന്റെ ഒരു കളിയാണ്. ബാക്കിയെല്ലാം കളിയാണ്, ഭഗവാൻ മാത്രമേ ഉള്ളൂ കാര്യമായിട്ട്. കാരണം കളിയില് മാറ്റം വരും. കളിയില് ജയപരാജയങ്ങൾ ഉണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടാവും കളിയില്. ഈ കളി ഇന്നും ഒരുപോലെ പന്ത് കളിക്കുകയാണ്. പന്ത് എപ്പോഴും ഒരേ ദിശയ്ക്കല്ല പോവുക. ഒന്ന് അങ്ങോട്ട് പോകും, പിന്നെ മറ്റേ തട്ടി അങ്ങോട്ട് പോകും, ചിലപ്പോ ഇങ്ങോട്ട് പോകും, ചിലപ്പോ മാത്രം ആ ഗോൾ പോസ്റ്റിന്റെ ഉള്ളിലേക്ക് പോകും. എപ്പോഴും എല്ലാ തട്ടിലും അങ്ങോട്ട് പോവില്ല. കാരണം അവിടെ തടയാനായിട്ട് ആൾക്കാരുണ്ടാവും, എതിരാളികളുണ്ടാവും. അപ്പൊ എപ്പോഴും വിജയിക്കുന്നു പറയാൻ പറ്റില്ല കളിയില്. പക്ഷെ കാര്യം അങ്ങനെയല്ല. കാര്യമായിട്ട് അതെ, ഞാൻ തമാശ പറയില്ല, ഇത് കാര്യമാണ്, കേൾക്കൂ എന്ന് പറയുമ്പോൾ എന്താവും, ഒക്കെ നിശബ്ദമായിരുന്നിട്ട് എല്ലാവരും ശ്രദ്ധിക്കും. കാര്യം എന്തേ ഉള്ളൂ, ഈശ്വരനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് മാത്രമേ കാര്യമുള്ളൂ. ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ജീവൻ നമ്മളെ കുറിച്ച് പറഞ്ഞു തരിക. നാരദ മഹർഷി അനവധി യാഗങ്ങൾ ചെയ്ത് കർമ്മഠനായി മാറിയ ഈ കർമ്മം കൊണ്ട്, യാഗങ്ങളെ കൊണ്ട് സ്വർഗം കിട്ടും എന്ന് വിചാരിച്ച് അനവധി യാഗങ്ങൾ ചെയ്യുന്ന പ്രാചീന ബുദ്ധിസ്റ്റിന്റെ അടുത്ത് ചെന്നിട്ട് ഈ യാഗങ്ങളൊക്കെ ചെയ്യാം, 2-3 യാഗങ്ങളൊക്കെ ചെയ്യാം. പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹം തന്നെ 3 അശ്വമേധ യാഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഋതു മഹാരാജാവ് ആണ് 99 യാഗങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ പ്രാചീന ബുദ്ധിസ്റ്റ് എത്ര യാഗം നടത്തിയെന്നാ പറഞ്ഞത്? അദ്ദേഹം യാഗത്തിന് ഉപയോഗിച്ച ദർഭപുല്ലുണ്ടെങ്കിൽ ഭൂമിക്ക് മുഴുവൻ ഒരു പന്തലിടാം. ദർഭപുല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ ഷീറ്റൊന്നുമല്ല, ചെറിയ നേർത്ത പുല്ല. ആ പുല്ല് മേൽക്കൂരയായിക്കൊണ്ട് ഭൂമിക്ക് മുഴുവൻ ഒരു പന്തലിടാന്ന് വെച്ചാൽ എത്ര പുല്ല് ഉപയോഗിച്ച് യാഗം നടത്തിയിട്ടുണ്ടാവും. ഇങ്ങനെ കർമ്മം ചെയ്യുമ്പോ കർമ്മം നേരാമണ്ണാണെങ്കിൽ അതിന് ഫലമുണ്ട്, സംശയമൊന്നുമില്ല. ഏത് കർമ്മമായാലും ആര് ചെയ്യുകയായാലും നേരാവണ്ണം ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു വിളക്ക് വെക്കുകയാണ്. ആര് വിളക്ക് കത്തിച്ചാലും വിളക്ക് വെളിച്ചം കിട്ടില്ലേ? അത് മറ്റേ കത്തിച്ചാൽ മാത്രമേ വെളിച്ചം കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെയല്ലേ, വിളക്ക് ആര് കത്തിച്ചാലും വെളിച്ചം കിട്ടും. അതെങ്ങനെ വേണം? അത് നല്ല എണ്ണയാവണം. അല്ലാന്നുണ്ടെങ്കിൽ വെച്ച് വിളക്ക് കത്തിച്ച് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിന്റെ അറ്റത്ത് മഷി കെട്ടി കരി പിടിച്ച് വെളിച്ചമില്ലാണ്ടാവും. നല്ല എണ്ണയാവണം, നല്ല തിരിയാവണം, അധികം കാറ്റ് വരാത്ത സ്ഥലത്താവണം കത്തിച്ച് വെക്കണം. നല്ല കാറ്റുള്ള സ്ഥലത്ത് ഇവിടെ കത്തിച്ചുകൊണ്ട് കയറിയിട്ടുണ്ടോ, ഈ ആര് കത്തിച്ചാലും അത് കെട്ടുപോകും. ആ നല്ല കാറ്റ് ഇല്ലാത്ത സ്ഥലത്ത് നല്ല കനമുള്ള വിളക്കാവണം. തീരെ കനമില്ലാണ്ട് ഉള്ള വിളക്ക് ഉണ്ടാവും, തീരെ കനം ഉണ്ടാവില്ല. അതെന്താവും, അത് പെട്ടെന്ന് കരി പിടിച്ച് കെട്ടുപോകും. നല്ല കനമുള്ള നല്ല സമ്പ്രദായത്തിലുള്ള വിളക്കാണെങ്കിൽ ആര് കത്തിച്ചാലും വെളിച്ചം കിട്ടും. എന്താ പറഞ്ഞത്? ആര് വേണമെങ്കിലും കർമ്മം ചെയ്തോളൂ, കർമ്മം നേരെയാവണമെന്നേ ഉള്ളൂ. ഇനി എത്ര കേമനായിട്ടുള്ള ആള് കർമ്മം ചെയ്താലും ആ കർമ്മത്തിൽ എന്തെങ്കിലും പോരായ്മ വന്നാൽ ഒരു ഫലവും ഇല്ലാണ്ടാവുമെന്ന് മാത്രമല്ല, വിപരീത ഫലം ഉണ്ടാവുകയും ചെയ്യും. അറിയാണ്ടാണെങ്കിലും പാൽപ്പായസത്തിലെ ഒരു ലേശം ഉപ്പ് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നിനും കൊള്ളാണ്ടേ വരില്ലേ? അത് കഴിച്ചാൽ കേടുവന്ന ആകെ കേട് വരും. അത് കഴിച്ചാൽ സുഖമല്ല ഉണ്ടാവുക, അസുഖം ഉണ്ടാവുക. അപ്പൊ കർമ്മം ചെയ്യുമ്പോ സൽക്കർമ്മമാവണം, അതിൽ ശുദ്ധി വേണം. ഇടയ്ക്ക് എന്തെങ്കിലും അശുദ്ധി വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ശ്രദ്ധക്കുറവ് വന്നു കഴിഞ്ഞാൽ, മന്ത്രത്തിന് പിഴവ് വന്നാലോ, ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് പിഴവ് വന്നാലോ, കർമ്മം ചെയ്യുന്ന ആളുടെ മനസ്സിലെ ശ്രദ്ധയ്ക്ക് കുറവ് വന്നാലോ ഫലം കിട്ടില്ല. അത് നേരെയാവണം. ഒരു വിഭവം ഉണ്ടാക്കുമ്പോ അതിൽ ചേർക്കുന്ന സാധനങ്ങൾ സമയത്ത് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഫലം കിട്ടുമോ? ഇപ്പൊ സാമ്പാറിന് കായം ഇടാൻ മറന്നു, സാരില്ല, അത് വാങ്ങി വെച്ചിട്ടിട്ടാ മതി. മഞ്ഞപ്പൊടി ഇടാൻ മറന്നു, സാരല്ലേ, വിളമ്പണേന്റെ 5 മിനിറ്റ് മുമ്പ് ആ ബക്കറ്റിലേക്ക് എടുക്കുമ്പോ ലേശം മഞ്ഞപ്പൊടി ഇട്ട് ഇളക്കിയാൽ മതിയോ? അതിന് മഞ്ഞപ്പൊടി ഇടുമ്പോ എപ്പോഴും കഷ്ണം ഇടണ സമയത്ത് ഇടണം. ആ ശ്രദ്ധ വിട്ടുവെച്ചാൽ അതിന്റെ സ്വാദ് പോയില്ലേ? ഒരു സാമ്പാറിൽ പോലും അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ സ്വാദ് ഉണ്ടാവില്ല. വെച്ചാൽ യാഗം ചെയ്യുമ്പോ അതില് അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാവുമോ? വിപരീത ഫലല്ലേ ഉണ്ടാവുക. അപ്പൊ കർമ്മം ചെയ്യുമ്പോ കർമ്മമൊക്കെ ചെയ്തോളൂ, അത്രയ്ക്ക് ശ്രദ്ധയാവണം.
അതുകൊണ്ടാണ് കലിയുഗത്തിലെ കർമ്മങ്ങൾക്ക് വേണ്ട പോലെ ചെയ്യാൻ പറ്റില്ല. നാമം ജപിച്ചോളൂ, കാരണം അതിൽ യാതൊരു തെറ്റും വരാനില്ല. കാരണം നാമം തെറ്റില്ല. കണ്ണാന്ന് വിളിച്ചാലും കള്ളാന്ന് വിളിച്ചാലും രണ്ടും കൃഷ്ണന്റെ പേര് തന്നെയാണ്. രണ്ട് വിളിച്ചാലും കൃഷ്ണ കുഴപ്പമൊന്നുമില്ല. ഈ നാമം ചെല്ലുമ്പോ ഉച്ചാരണത്തിൽ ഒരു പിഴവ് വന്നു വിചാരിക്കുക, ഒരു കുഴപ്പമില്ല. ചെറിയ കുട്ടികളോട് നാരായണ നാരായണ എന്നൊക്കെ എല്ലാം പറയുമ്പോ അവർക്ക് ചിലപ്പോ രാ എന്നുള്ളതൊക്കെ ഉച്ചരിക്കാൻ ചിലപ്പോ പ്രയാസമാവും. അവര് നാരായണ നാരായണ എന്നാവും. നായാണോ നാരായണാണോ അങ്ങനെയല്ല വിളിക്കുക, ഒരു കുഴപ്പമില്ല. കാരണം കുട്ടിക്ക് ഉച്ചരിക്കാറാവണേ ഉള്ളൂ, രാ എന്ന് ഉച്ചരിക്കാറാവണേ ഉള്ളൂ. അതുകൊണ്ട് രാക്ക് പകരപ്പോ യാ ഉച്ചരിച്ചു നാരായണ എന്ന് പറഞ്ഞു വിചാരിച്ചിട്ട് കുട്ടിക്ക് ദോഷമൊന്നും വരില്ല. ഗുരുവായൂരപ്പനെ നാരായണന്ന് വിളിച്ചു, ഒരു കുഴപ്പമില്ല. ഉച്ചരിക്കാൻ പറ്റാത്തോണ്ടാ, അല്ലെ തെറ്റി വിചാരിച്ചിട്ട് കുഴപ്പമില്ല. ഒരു നായയിലിരിക്കുന്ന ജീവനും ഗുരുവായൂരപ്പൻ തന്നെയല്ലേ. കൂടുതലൊരു കുഞ്ഞിക്കാവുന്നൂരിപ്പാട് നായയെ കണ്ട നമസ്കരിച്ചിരുന്നു. ശ്വാനരൂപായ നാരായണായ, നായയുടെ രൂപത്തിലുള്ള ഗുരുവായൂരപ്പ. ആ നായയുടെ ഉള്ളിലും ജീവൻ ഗുരുവായൂരപ്പൻ തന്നെയാണേ. ഗുരുവായൂരപ്പൻ അല്ലാണ്ട് വേറൊരു ജീവൻ ഉണ്ടോ ഇതിനുള്ളില്? അപ്പൊ നാമം ജപിക്കുമ്പോ പിഴവ് വരില്ല ഒരിക്കലും. ഈ പിഴവ് വന്നാലും കുഴപ്പമൊന്നുമില്ല, വലിയ പിഴവ്. എന്തക്ഷരങ്ങളും ഏതക്ഷരങ്ങളും ഭഗവാന്റെ പേര് തന്നെയാണ്. നാരദ മഹർഷി പ്രാചീന മഹർഷിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് പുരഞ്ജന ഉപാഖ്യാനം. കഥ നമ്മൾ രാവിലെ പറഞ്ഞു. പുരഞ്ജനൻ എന്നു പേരുള്ള ഒരാള് തന്റെ കൂട്ടുകാരനോടുകൂടി സുഖമായിട്ട് കഴിയുകയായിരുന്നുവെന്നും അദ്ദേഹത്തിന് കൂട്ടുകാരനെ വിട്ട് മറ്റൊരു വീടുണ്ടാക്കി താമസിക്കണമെന്ന് മോഹമുണ്ടായി. ഒരു വീടുണ്ടാക്കി താമസിച്ചു. അതിനേക്കാൾ നല്ലൊരു വീട് കണ്ടപ്പോ പഴയത് ഉപേക്ഷിച്ചു, പുതിയ വീടുണ്ടാക്കി. അതിനേക്കാൾ നല്ലതൊന്ന് കണ്ടപ്പോ അതും വിട്ടു. ഇങ്ങനെ അനവധി വീടുകൾ ഉണ്ടാക്കി താമസിച്ചിട്ടും തൃപ്തി കിട്ടാതെ നല്ലൊരു വീട് താമസിക്കാൻ, സമാധാനത്തോടുകൂടി താമസിക്കാൻ പറ്റിയൊരു വീട് വേണമെന്ന് വിചാരിച്ച് ഹിമാലയത്തെ മുകളിൽ കയറി തെക്കോട്ട് നോക്കിയപ്പോ ഒരു 2 തൂണിന്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കൊട്ടാരം കണ്ടെന്നും ആ കൊട്ടാരത്തിന്റെ അടുത്ത് വന്നപ്പോ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ ഭാര്യയായിട്ട് കിട്ടി. അവളുടെ കൊട്ടാരമാണ് എന്ന് പറഞ്ഞു. അവള് പറയുന്നത് അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു. എല്ലാവിധ സുഖസൗകര്യങ്ങളോടും കൂടി ആ കൊട്ടാരത്തിൽ ഭാര്യയോടുകൂടി ജീവിച്ചു. പുരഞ്ജനൻ കല്യാണം കഴിക്കുക കാരണം പുരഞ്ജനി എന്ന പേര് അവർക്ക് വന്നു. ആ പുരഞ്ജനി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി അവിടെ പുരഞ്ജനുമായിട്ട് കഴിയുന്നു. കുട്ടികൾ കുറെ ഉണ്ടായി. ചില കുട്ടികൾക്ക് കല്യാണം നേരാവണ്ണം നടന്നില്ല. അത് ആലോചിച്ച് ദുഃഖമുണ്ട്. ബാക്കി ദുഃഖങ്ങളൊന്നുമില്ല, ബാക്കി എല്ലാ സുഖ. ചില കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ തന്നെ പ്രായപൂർത്തിയാവുമ്പോ തന്നെ കല്യാണം കഴിഞ്ഞു പോയി. ഇടയ്ക്ക് പുരഞ്ജനി മദ്യം കൊടുക്കും. പുരഞ്ജന് സാധാരണ ഭാര്യമാരങ്ങനെ ഭർത്താവിന് മദ്യം കൊടുക്കാറില്ല. ഭർത്താവ് മദ്യം കഴിക്കാറുണ്ട്, ഭർത്താവ് ഭാര്യയ്ക്കും കൊടുക്കാറില്ല. ഇവിടെ അങ്ങനെയല്ല അത്രേ അല്ലെ. പറഞ്ഞിരുന്നു മദ്യം കഴിക്കുകയാണെങ്കിലും രണ്ടുപേരും ഒരുമിച്ച് കഴിക്കാൻ പാടുള്ളൂ. ഭർത്താക്കന്മാരാരെങ്കിലും മദ്യപിക്കുക ഭാര്യമാര് പറയുക നിങ്ങൾ ഒറ്റയ്ക്ക് കഴിക്കരുത്, മദ്യമായി കൊണ്ടുവരാം. രണ്ടുപേരും സഹധർമ്മം അല്ലെ, രണ്ടുപേരും ഒരുമിച്ച് വേണ്ടേ ചെയ്യാനായിട്ട്. കഴിക്കൊണ്ട് കുഴപ്പമില്ല, രണ്ടുപേരും ഒരുമിച്ചേ കഴിക്കാൻ പാടുള്ളൂ. എന്നാ കുഴപ്പമില്ല. ഒരാൾ മാത്രമായിട്ട് കഴിക്കാൻ പാടില്ല, ഒരുമിച്ച് വേണം. ഇവിടെ പുരഞ്ജനി ഭാര്യ തന്നെയാണ് ഭർത്താവിന് മദ്യം ഒഴിപ്പിച്ചു കൊടുക്കുക. മദ്യം കഴിക്കാൻ നിർബന്ധിച്ച്, മദ്യം കഴിച്ചാൽ പിന്നെ ആടണം പാടണം നൃത്തം വെക്കണം പൊട്ടിച്ചിരിക്കണം. കുറച്ച് കഴിഞ്ഞാൽ പോയിരുന്ന് കരയും വേണം അല്ലെ. മദ്യപിച്ചാൽ അത് തന്നെയാണ് ഉണ്ടാവുക. ആദ്യം ചിലപ്പോൾ സന്തോഷം ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞ് പാട്ട് പാടും, ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും. കുറച്ച് കഴിഞ്ഞാലും മദ്യപിച്ചിട്ട് തന്റെ സമ്പത്ത് മുഴുവൻ പോയില്ലോ, തന്റെ ആരോഗ്യം മുഴുവൻ പോയില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂലക്കിരുന്ന് കരയും വേണ്ടേ. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് പുരഞ്ജനിയും പുരഞ്ജനും കൂടി ഉണ്ടായത്. ചണ്ഡവേഗൻ എന്ന ഗന്ധർവന്റെ ആക്രമണം, 5 തലയുള്ള 5 പത്തിയുള്ള പാമ്പിന്റെ സംരക്ഷണം, 2ാം ഭാര്യയായിട്ട് ഒരു ഭംഗിയില്ലാത്ത കാലകന്യ എന്നൊരു സ്ത്രീ വന്നതും ആ കാലകന്യയുടെ നിയന്ത്രണത്തിൽ വളരെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടുള്ള പുരഞ്ജനന്റെ ജീവിതം. പുരഞ്ജനൻ കഷ്ടപ്പെട്ട് ജീവിച്ചുകൂടെ. ആ കാലകന്യ 2ാം ഭാര്യ ഒന്നിനെ സമ്മതിക്കില്ല, വളരെ വളരെ ബുദ്ധിമുട്ട് അനുഭവിപ്പിച്ചു. ചണ്ഡവേഗൻ ഒരിക്കൽ വന്ന് കാവൽക്കാരനായ പാമ്പിനെ പുറത്തിട്ട് പുരഞ്ജനെ കൊട്ടാരത്തിൽ നിന്ന് പിടിച്ച് പുറത്താക്കി കൊട്ടാരം തീ വെച്ച് നശിപ്പിച്ചുവെന്നും ആ പുരഞ്ജനൻ തന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള പുരഞ്ജനിയെ ചിന്തിച്ചുകൊണ്ട് മരിച്ചുവെന്നും, പുരഞ്ജനെ ചിന്തിച്ച് പെൺകുട്ടിയെ ചിന്തിച്ച് മരിക്കുക കാരണം
വിദർഭ രാജാവിന്റെ മകൾ വൈദർഭിയായിട്ട് ജനിച്ചു. മലയധ്വജനെ വിവാഹം കഴിച്ചു. 7 ആൺകുട്ടികളും പെൺകുട്ടിയും ഒക്കെ ഉണ്ടായി. മലയധ്വജന്റെ കൂടെ വയസ്സായപ്പോ കാട്ടിൽ പോയി. മലയധ്വജന്റെ മരിച്ചു. അദ്ദേഹത്തിന്റെ ചെതയിൽ ചാടാൻ നോക്കുമ്പോ ഒരു ബ്രാഹ്മണൻ വന്നിട്ട് നീ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് എന്ന് പറഞ്ഞ് ആ വൈദർഭിയുടെ പൂർവ്വജന്മ കഥകളൊക്കെ മനസ്സിലാക്കി കൊടുത്ത് കൂട്ടിക്കൊണ്ടുപോയി. ഇന്നും മാനസ സരസിൽ അവര് സുഖമായിട്ട് കഴിയണു എന്ന് പറഞ്ഞിട്ടാണ് പുരഞ്ജനോപാഖ്യാന കഥ അവിടെ നിർത്തിയത്. ആ സമയത്ത് പ്രാചീന പരിഷത്ത് ചോദിക്കുകയാണ്, ഈ പുരഞ്ജനോപാഖ്യാന കഥ നല്ല രസമുണ്ട് കഥ, പക്ഷേ നാരദ മഹർഷി വെറുതെ രസിപ്പിക്കാനായിട്ടൊരു കഥ പറയില്ല, ആ കഥയിൽ ഒരു കാര്യം ഉണ്ടാവും. പറഞ്ഞു, പുരുഷം പുരഞ്ജനം. ആരാണ് ഈ പുരഞ്ജനം എന്നറിയോ? നമ്മളൊക്കെ തന്നെയാണ് പുരഞ്ജനന്മാര്. നമ്മളുടെ കഥയാണ് പറഞ്ഞത്. പുരഞ്ജനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ്. ആ ജീവന്റെ ഒരു കൂട്ടുകാരന്റെ കൂടെ ഇരിക്കുകയായിരുന്നു പുരഞ്ജനൻ. ജീവന്റെ കൂട്ടുകാരൻ ആരാ ചോദിച്ചാൽ പരമാത്മാവ്, ഈശ്വരൻ തന്നെയാ കൂട്ടുകാരൻ. ഈശ്വരനോടൊപ്പം ഭഗവാന്റെ ലോകത്ത് ഇരിക്കുകയായിരുന്നു നമ്മളൊക്കെ ജീവൻ. അവിടെ ഭഗവാന്റെ കൂടെ അവിടെ ഇരിക്കുമ്പോൾ നല്ല സുഖം, ഒരു വിഷമവും ഇല്ല, ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നമ്മളോടും പറയണത്, ഇപ്പോ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടെന്ന് ഉറപ്പിച്ച് ജീവിച്ചോളൂ. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു വിഷമം ഉണ്ടാവില്ല. പക്ഷെ അത് നമുക്ക് ബോധ്യമാവുന്നില്ല ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ളത്. അറിയാം നമുക്ക് എല്ലാ ദിക്കിലും ഉണ്ട് ഭഗവാൻ എന്ന്, പക്ഷെ അത് മനസ്സിനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഭഗവാന്റെ കൂടെ ഇരിക്കുമ്പോ ജീവന് സുഖമായിരുന്നു അത്ര. ആ കൂട്ടുകാരനെ വിട്ട് ഒരു കൊട്ടാരം നിർമ്മിച്ച് താമസിക്കാൻ പോയില്ലേ, വേറൊരു വീടുണ്ടാക്കി താമസിച്ചു, അവിടെ സുഖം കിട്ടിയില്ല. വീണ്ടും 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 വീടുകൾ മാറി മാറി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ പരമാത്മാവായ ഈശ്വരനിൽ നിന്നും വന്ന ജീവൻ ഒരു ശരീരത്തിൽ പ്രവേശിക്കുന്നതിനെയാണ് കൊട്ടാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്. പല പല ജന്മങ്ങൾ എടുക്കുക ജീവൻ. ഒരു ഉറുമ്പിന്റെ ശരീരത്തിൽ കയറി ജീവിച്ചു, ഒരു കൊട്ടാരം ഉണ്ടാക്കി. പക്ഷെ ആ ഉറുമ്പായിട്ടുള്ള ജീവിതത്തിൽ അതിനേക്കാൾ വലിയ ജീവിയെ കണ്ടപ്പോ വലുതായിട്ട് ജനിക്കണം തോന്നി. ആ ഉറുമ്പിന്റെ ജന്മം കഴിഞ്ഞു, അടുത്ത ജന്മം കുറച്ചൊരു വലിയ ഉറുമ്പായിട്ട് മാറി. അപ്പോഴാണ് അതിനേക്കാൾ വലിയ എഴഞ്ഞു നടക്കുന്ന ജീവികളെ കണ്ടത്. അപ്പൊ അവരെക്കാൾ വലുതിപ്പെട്ടതിനേക്കാൾ വലിയ ശരീരം വേണമെന്ന് വിചാരിച്ചു, മരിച്ചു, അടുത്ത വേറൊരു ജീവിയായിട്ട്. ഉദാഹരണം പറയുന്നില്ലേ, എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും, എത്ര ജന്മം മരങ്ങളായി നിന്നതും, എത്ര ജന്മം അരിച്ചു നടന്നതും, എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി. അത് വന്നിട്ട് വണ്ണം ലഭിച്ചു ഒരു മർത്യജന്മത്തിന് മുമ്പേ കഴിച്ചു നാം. ഈ മനുഷ്യജന്മത്തിന് മുമ്പേ നമ്മള് ജീവിച്ചതായിട്ടുള്ള പല പല ജീവിതങ്ങളുമാണ് പുരഞ്ജനൻ ഉണ്ടാക്കിയതായ പല പല കൊട്ടാരങ്ങൾ എന്ന് പറഞ്ഞത്. ഈച്ചയായിട്ട് പറന്നു കിടന്നു. അപ്പോഴാണ് പറന്നു കിടക്കുന്ന കുറച്ച് വലിയ ജീവികളെ കണ്ടത്. ആ വലിയ ജീവികളായിട്ട് ഓരോ ജീവിയെ ചിന്തിച്ചുകൊണ്ട് മരിക്കുമ്പോഴും അടുത്ത ജന്മം അതായിട്ട് മാറും. പൂച്ചയായിട്ട് മാറി, നായയായിട്ട് മാറി, പശുവായിട്ട് മാറി, എഴജന്തുക്കളായിട്ട് മാറി, പക്ഷികളായിട്ട് മാറി, മരങ്ങളായിട്ട് മാറി. ഇങ്ങനെ പല പല ജന്മങ്ങൾ എടുത്തിട്ടും പല പല കൊട്ടാരത്തിൽ താമസിച്ചിട്ടും സമാധാനം കിട്ടിയില്ല എന്ന് പറഞ്ഞു. എന്തേ? സമാധാനം ഈശ്വരാരാധനയിലേ കിട്ടുള്ളൂ. മറ്റ് ജന്മങ്ങളിലൊന്നും ഈശ്വരനെ ആരാധിക്കാൻ പറ്റില്ല. അപ്പൊ ഈശ്വരനെ ആരാധിക്കാൻ വേണ്ടി നല്ലൊരു ജന്മം കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഹിമാലയത്തിന്റെ മുകളിൽ കയറി തെക്കോട്ട് നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയത്തിന്റെ തെക്കാണ് ഭാരതഭൂമി. ഭാരതത്തില് 2 തൂണിന്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കൊട്ടാരം കണ്ടു എന്നാണ് പറഞ്ഞത്. 2 തൂണിന്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന കൊട്ടാരം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരം. 2 തൂണിന്റെ മുകളിലല്ലേ, 2 കാലിന്റെ മുകളിലല്ലേ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഈ മനുഷ്യ ശരീരം കണ്ടു പറഞ്ഞാൽ ഭാരതത്തില് മനുഷ്യനായിട്ട് ജനിക്കാൻ ആഗ്രഹിച്ചു, ജന്മം കിട്ടി. അതാണ് പുരഞ്ജനൻ കണ്ടതായിട്ടുള്ള 2 തൂണിന്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന കൊട്ടാരം, മനുഷ്യ ശരീരം. മനുഷ്യനായിട്ട് ജന്മം കിട്ടി. പിന്നെ ആ കൊട്ടാരത്തിൽ കണ്ടതായിട്ടുള്ള പെൺകുട്ടി, വിവാഹം കഴിക്കാൻ ഒരു പെൺകുട്ടിയെ കിട്ടി എന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയാണ് വിശേഷ ബുദ്ധി. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പോ അമ്പലത്തിന്റെ മുമ്പ് കൂടെ പോണ സമയത്ത് അവിടേക്കൊന്ന് നോക്കിയിട്ട് തൊഴണം എന്നുള്ള ബുദ്ധി ആർക്കേ ഉണ്ടാവുള്ളൂ? മനുഷ്യനെ ഉണ്ടാവുള്ളൂ. ഒരു പശു അമ്പലത്തിന്റെ മുമ്പ് കൂടെ പോവുകയാണെങ്കിൽ അത് അവിടെ നോക്കി തൊഴുതോളണമെന്നൊന്നുമില്ല. അവിടെ വല്ല തിന്നാണ്ട വല്ലതും ഉണ്ടെങ്കിൽ നോക്കി തിന്നു പോവാന്നല്ലാണ്ട് അകത്തേക്ക് നോക്കി തൊഴുക ഒന്നും ഉണ്ടാവില്ല. അല്ലെ, ഏത് മൃഗങ്ങളായാലും അതെ, അതുണ്ടാവില്ല. അത് ആർക്കേ ഉള്ളൂ? വിശേഷ ബുദ്ധിയുള്ള മനുഷ്യനെ
അറിയാൻ പറ്റുള്ളൂ അത് ഈശ്വര ആരാധന സ്ഥലമാണ് എന്നുള്ള ഭാവം. നല്ലതും ചീത്തവും തിരിച്ചറിയാനുള്ള വിശേഷ ബുദ്ധി. ഈ ബുദ്ധിക്കനുസരിച്ചാണ് ജീവൻ പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ഭാര്യ പറഞ്ഞതനുസരിച്ച് ജീവിക്കേണ്ടി വന്നു പറഞ്ഞാൽ ബുദ്ധി അങ്ങോട്ട് നോക്കൂ പറഞ്ഞാൽ അങ്ങോട്ട് നോക്കുക. അപ്പൊ തന്നെ ബുദ്ധി പറയും ഇങ്ങോട്ട് നോക്കൂ എന്ന് പറയും. ഒരാളെ കണ്ടാൽ ചിരിക്കാൻ ബുദ്ധി പറഞ്ഞാൽ ചിരിക്കും. അല്ല ചിരിക്കേണ്ട എന്നാ ബുദ്ധി പറഞ്ഞു വെച്ചാൽ ചിരിക്കാണ്ട പോവുകയും ചെയ്യും. നല്ലത് പറയാനും ചീത്തത് പറയാനും എന്ത് പ്രേരിപ്പിക്കണം? നമുക്ക് ബുദ്ധി പ്രേരിപ്പിക്കണം. ബുദ്ധി നേരെയായാലേ കാര്യങ്ങളൊക്കെ നേരെയാവുള്ളൂ. അതുകൊണ്ടാണ് പണ്ടൊക്കെ മുത്തശ്ശിമാര് അമ്പലത്തിൽ പോയാൽ പ്രാർത്ഥിക്കാൻ പറയാ, നല്ല ബുദ്ധി തോന്നണേന്ന് പ്രാർത്ഥിക്കാൻ പറയും. കാരണം ബുദ്ധി നേരെയായിട്ടില്ലെങ്കിലാണ് പല അപകടങ്ങളും ഉണ്ടാക്കുക. അവരങ്ങനെ അപകടം ഉണ്ടാക്കുക മാത്രമല്ല ബാക്കിയുള്ളവർക്കും അപകടമായിട്ട് മാറും. അതുകൊണ്ട് ബുദ്ധിയാണ് നേരെയാവേണ്ടത്. ആ ബുദ്ധി പറഞ്ഞതനുസരിച്ച് പുരഞ്ജനി പറഞ്ഞതനുസരിച്ച് പുരഞ്ജനൻ ജീവിച്ചു പറഞ്ഞാൽ ബുദ്ധി പറഞ്ഞതനുസരിച്ച് ജീവിച്ചു. മനുഷ്യജീവൻ തുടങ്ങിയപ്പോ ഈ മനുഷ്യ ശരീരമായ കൊട്ടാരത്തില് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്നാ. മട്ടുപ്പാവില് ചെടികളൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. വാർപ്പിന്റെ മുകളില് തലയുടെ മുകളില് മുടികളൊക്കെ അങ്ങനെ വളർന്നു വരുന്നതിനാണ് അത്ര മട്ടുപ്പാവിൽ വാർപ്പിന്റെ മുകളിൽ ചെടികളൊക്കെ നട്ട് വളർത്തിയത് എന്ന് പറഞ്ഞത്. അതിനിടയ്ക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തലയിൽ എന്തെങ്കിലുമൊക്കെ തേച്ച് കുളിക്കണം, നനച്ചു കൊടുക്കുകയൊക്കെ വേണം. 4 ദിവസം കുളിച്ചില്ല എന്നുണ്ടെങ്കിൽ തലമുടി എങ്ങനെയുണ്ടാവും? ചെടികളൊക്കെ നേരെയാവണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം. പിന്നെ ദൂരെയുള്ള കാഴ്ചകൾ കാണാനായിട്ട് ചില്ലിട്ട വാതിലുകളൊക്കെ ഉണ്ട് കൊട്ടാരത്തില് എന്ന് പറഞ്ഞു. അതാണ് 2 കണ്ണുകള്. പാട്ട് കേൾക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഈ കൊട്ടാരത്തില് എന്ന് പറഞ്ഞതാണ് ചെവികള്. പിന്നെ കാര്യം പറയണ്ടായി, ഈ കൊട്ടാരത്തില് അടുക്കളയില്ല, കാറ്ററിംഗ് സർവീസ് ആണ് എന്ന് പറഞ്ഞു. അല്ലെ, നമ്മുടെ ഈ ശരീരമാകുന്ന കൊട്ടാരത്തില് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ഭക്ഷണം പുറമെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരണ്ടേ? അതോ വൈകുന്നേരം ഉച്ചയ്ക്ക് ഉണ്ണാൻ നേരത്തെ ഒരു ലേശം പുളി വേണം. ആ ഉണ്ണാൻ നേരത്തെ പ്ലേറ്റിലേക്ക് പല പല പുളിയുള്ള പ്ലേറ്റല്ലേ, കുറച്ച് പുളി, ലേശം ഉപ്പ്, കുറച്ച് പരിപ്പ്, കുറച്ച് വെണ്ടക്കയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി നുറുക്കി ഇങ്ങോട്ട് തരിക. ഇതൊന്ന് കഴിച്ചോളും. അത് വയറ്റിലെത്തിയിട്ട് സാമ്പാറായിക്കോളും. അതില്ല, പുറമേന്ന് ഉണ്ടാക്കിയിട്ട് വേണം കൊണ്ടുവരാൻ. കഥ പറഞ്ഞോ ഈ കൊട്ടാരത്തിൽ അടുക്കളയില്ല എന്നുള്ളത്. പുറമേന്ന് എന്താ വേണ്ടത് വെച്ചാൽ ഉണ്ടാക്കി കൊണ്ടുവരണം. ഇന്നിപ്പോ എന്താ കൂട്ടാൻ വേണ്ടത് ആലോചിച്ചാൽ അത് പുറമേന്ന് ഉണ്ടാക്കിയിട്ട് വേണം കൊട്ടാരത്തിൽ കൊണ്ടുവരാനായിട്ട്. ഭക്ഷണം ഉണ്ടാക്കണില്ല ഈ കൊട്ടാരത്തില് എന്ന് പറഞ്ഞു. പിന്നെ ഈ കൊട്ടാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഭാര്യ മദ്യം കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ ശരീരത്തിൽ തന്നെ മദ്യം ഉണ്ട് ഇത്ര. പുറമെ മദ്യശാലയിൽ പോയി വാങ്ങേണ്ട ആവശ്യമില്ല. ഭാഗവതം കേട്ടവരാരും പുറമെ പോയിട്ട് മദ്യം വാങ്ങില്ല. എന്താ, മദ്യം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പുറമെ പോയാലേ മദ്യത്തിന് വില കൂടി എന്നൊക്കെ കേട്ട ആൾക്കാർ വിഷമിക്കുന്നുണ്ട്. ഒരു കാശും കൊടുക്കാണ്ട് മദ്യം നമ്മുടെ ഉള്ളിലുണ്ട്. മദ്യപാനികളൊക്കെ ഭാഗവതത്തിന്റെ മുമ്പിലേക്ക് വന്നാൽ മതി. അവർക്ക് ഈ മദ്യശാലയിൽ കൊടുക്കുന്ന കാശ് ലാഭിക്കാം. ഒരു കാശും ചെലവാവാനുള്ള മദ്യം കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയല്ലേ പോകേണ്ടത്? എന്താ നമ്മുടെ ഉള്ളിലുള്ള മദ്യം? അഹങ്കാരമാണ്. ബുദ്ധിയിൽ അഹങ്കാരം വരുന്നതാണ് മദ്യപാനമായിട്ട് പറഞ്ഞത്. അഹങ്കാരവും മദ്യവും ഒരുപോലെയാണ്. ഈ അഹങ്കാരമുള്ളവർ വെറുതെ മദ്യശാലയിൽ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. മദ്യപിച്ചാലുള്ള ഫലം അഹങ്കാരം കൊണ്ട് കിട്ടും. എന്താ വ്യത്യാസം? മദ്യപിച്ചാല് വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയില്ല. അഹങ്കാരം വന്നാലും തന്നെയല്ലേ, വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയില്ല. അച്ഛനോടോ അമ്മയോടോ പ്രായത്തിന് മൂത്തവരോടോ ഒക്കെ ബഹളം വയ്ക്കാൻ തുടങ്ങും അഹങ്കാരം വന്നാല്. അഹങ്കാരം വന്നാൽ എന്തൊക്കെയാ പറയുക നിശ്ചയില്ല. മദ്യപിച്ചാലോ തന്നെ ചെയ്യാം. അഗ്നിസാക്ഷിണിയായ ഒരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. അച്ഛനും പുനരമ്മയ്ക്കും ഭാര്യയ്ക്കും ഉന്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. ഇതെങ്കിലും അഹങ്കാരികളായിട്ടുള്ള മക്കൾ ചെയ്യണത്. അഹങ്കാരികളായാൽ പിന്നെ അച്ഛനെ അമ്മയൊന്നും നോക്കില്ല. ഭാര്യയോട് പോലും സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ടാ ഭാര്യയെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളതേ. സംരക്ഷിക്കുകയല്ല, ഉപദ്രവിക്കുക ചെയ്യാം അഹങ്കാരം വന്നു കഴിഞ്ഞാല്. ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൂക്കു പുഞ്ചിരാമനായാടുന്നിതു ചിലർ. അവനവന്റെ ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കില്ല, വേറെ വല്ല പെണ്ണുങ്ങൾ പറഞ്ഞതാ കേൾക്കുക. എന്താ, അഹങ്കാരം കൊണ്ടല്ലേ ഇത്? മദ്യപിച്ചാലും അതുപോലെയാണ്. മദ്യപിച്ചാലും സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഭാര്യയാണ് മദ്യപിച്ച് വന്നിട്ട് മർദ്ദിക്കുക, ഉപദ്രവിക്കുക. അശ്രദ്ധമായിട്ടൊക്കെയാണ് തട്ടിക്കീറുക. അപ്പോ മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുള്ള അഹങ്കാരം തന്നെയാണ്. അതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വർദ്ധിക്കും.
ഈ അഹങ്കാരം വന്നു കഴിഞ്ഞ് മദ്യപിച്ചാൽ എന്ത് ചെയ്യും? ചിലപ്പോ പാട്ട് പാടും, ചിലപ്പോ എന്തൊക്കെ നൃത്തം ചെയ്യും, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, അവസാനം എവിടെയെങ്കിലും പോയിരുന്ന് കരയും, ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും. അല്ലെ, മദ്യപിച്ച അവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഇതുപോലെയാണ് അഹങ്കാരം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ കയ്യിലുള്ളതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു എന്ന് വരും. വേറുള്ള ആൾക്കാരുടെ സാധനമൊക്കെ എടുത്തിട്ടാവും ചിലപ്പോൾ വലിച്ചെറിയുക. ആരോടാ എന്താ പറയുക, എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല. ഉള്ളിലുള്ള അഹങ്കാരത്തെയാണ് മദ്യപാനമായിട്ട് പറഞ്ഞത്. പിന്നെ ധാരാളം കുട്ടികളുണ്ടായി, അവര് കല്യാണം കഴിഞ്ഞു, ചിലര് കല്യാണം കഴിയാണ്ട് ഇപ്പോഴും നിൽക്കണു പറഞ്ഞത് കുട്ടികളായിട്ട് പറഞ്ഞത് ആഗ്രഹത്തെയാണ്. ആഗ്രഹങ്ങൾ ഇതിന് കണക്കൊന്നുമില്ല, അതുകൊണ്ട് ധാരാളം കുട്ടികളുണ്ടായി എന്ന് പറഞ്ഞത്. ഈ ആഗ്രഹങ്ങള് സഫലമാവുന്നതിനെയാണ് കല്യാണം കഴിഞ്ഞ കുട്ടികൾ എന്ന് പറഞ്ഞത്. ചില ആഗ്രഹങ്ങൾ ഇപ്പോഴും ഇല്ല സാധിക്കാണ്ട്, അത് എല്ലാ ആഗ്രഹവും സാധിച്ചു കഴിഞ്ഞു. പിന്നെ ഇനിയുള്ള ആഗ്രഹങ്ങൾ ധാരാളം. ഈ സാധിക്കാതെയുള്ള ആഗ്രഹങ്ങളെയാണ് കല്യാണം കഴിയാത്ത കുട്ടികൾ എന്ന് പറഞ്ഞത്. പിന്നെ രണ്ടാം ഭാര്യയായിട്ട് വന്നു, ഒരു ഭംഗിയില്ലാത്തൊരു പെൺകുട്ടി വന്നിട്ട് ഞാനാണ് ഭാര്യ, ഇനി ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് പറഞ്ഞില്ലേ. രണ്ടാം ഭാര്യയായിട്ട് വന്നത് വാർദ്ധക്യമാണ്. ആരെങ്കിലും ഇഷ്ടപ്പെടുവോ? കാരണം അവനവനുള്ള സൗന്ദര്യമൊക്കെ നഷ്ടപ്പെടുക. വാർദ്ധക്യം, രണ്ടാം ഭാര്യ ആരും ആഗ്രഹിച്ചു വരുന്നതല്ല, ആർക്കും മോഹമില്ല. എല്ലാവർക്കും 16 ആയിരിക്കാനാണ്, 61 ആവാനല്ല ആരും മോഹം. 61 ആയാലും 16 പോലെ അലങ്കരിച്ച് നടക്കാനാണ് ആഗ്രഹിക്കുക. കാലകന്യ വരും, രണ്ടാം ഭാര്യ വരും. വേഷം കെട്ടിയാലും കാലകന്യയുടെ പ്രവർത്തനം അവിടെ ഉണ്ടാവും എന്നാ പറയണത്. എന്താ, മട്ടുപ്പാവിലുള്ള ചെടിയൊക്കെ ഉണങ്ങിപ്പോകും, അല്ലെ? തലമുടിയൊക്കെ നല്ല ഭംഗിയായിട്ട് ഒരുക്കി വെച്ചതാവും, അതൊക്കെ കുറെ നിറം മാറിയിട്ടുണ്ടാവും. എന്നും നനച്ചു കൊടുക്കുകയൊന്നുമില്ലേ? വയസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നൊന്നും എണ്ണ തേച്ച് കുളിക്കാനൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല. വയസ്സായി, 70ാമത്തെ വയസ്സാണ്, ആ മുത്തശ്ശൻ താലി തേച്ച് കുളിക്കുക. അത് കേട്ടിട്ടുണ്ടോ? 70 വയസ്സായി, തലയിലെ താലി തേച്ച് കുളിക്കുക. എന്തേ? 30ാം വയസ്സിലെങ്കിലും ആയിരുന്നില്ല. ആ തലമുടിയിൽ ഇങ്ങനെ നല്ല നല്ല ഓരോരോ സാധനങ്ങൾ തേച്ചുകൊണ്ട് തലമുടി എങ്ങനെ പരിപാലിച്ചിരുന്നു. വയസ്സായാൽ അത് പരിപാലിക്കുന്നുണ്ടാവുമോ? ഒന്നുമില്ല. അതാണ് മട്ടിപ്പാവില് ഉണ്ടായിരുന്ന ചെടികളൊക്കെ ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞത്. പിന്നെ ദൂരെയുള്ള കാഴ്ചകൾ വേണ്ട പോലെ കാണാൻ ആ കാലകന്യ സമ്മതിച്ചില്ല. വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ കണ്ണിന്റെ കാഴ്ച കുറയും, ചെവിയുടെ കേൾവിശക്തി കുറയും, എല്ലാ ആഹാരവും ഒന്നും കഴിക്കാൻ പറ്റില്ല. പാൽപ്പായസം കഴിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റില്ല, ഷുഗർ ഉണ്ടാവും. ഒരു പപ്പടം കൂടി ആയിക്കോട്ടെ പറഞ്ഞാൽ വേണ്ട, വെളിച്ചെണ്ണയാണ്, പ്രശ്നം ഉണ്ടാക്കും, അധികം വേണ്ട. എന്നാ കുറച്ച് വറുത്തപ്പേരി കഴിക്കാൻ വിചാരിച്ചാലോ, വേണ്ട, വറുത്തപ്പേരി അവിടെ വിളമ്പണ്ട, പല്ലില്ല അടുത്ത. അല്ലെ, ആഗ്രഹം ഉണ്ടെങ്കിലും ആഗ്രഹത്തിൽ രണ്ടാം ഭാര്യ വന്നു കഴിഞ്ഞാൽ പിന്നെ, വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹമൊന്നും നടന്നോളണമെന്നില്ല. ഒന്ന് ഭാഗവതം വായിക്കണം എന്ന് വിചാരിച്ചാലും നോക്കുമ്പോ കണ്ണ് കണ്ടോളണമെന്നില്ല. അത് വെളിച്ചത് പോരാട്ടോ, കണ്ണ് കാണാൻ കുറച്ചുകൂടി വെളിച്ചം വേണം വായിക്കാൻ. എന്റെ കണ്ണ് കാണില്ല, രണ്ടാം ഭാര്യ കാലകന്യ വന്നു. വാർദ്ധക്യത്തിന്റെ ഉപദ്രവങ്ങള്, രോഗങ്ങള്, മരണഭയം, ഇങ്ങനെ പല പല വിഷമങ്ങളും വരും വയസ്സാവുമ്പോ. 5 പത്തിയുള്ള പാമ്പ് കാവൽക്കാരനായിട്ട് ഈ ശരീരത്തിനുണ്ട്. ആരാ 5 പത്തിയുള്ള പാമ്പ്? പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ തുടങ്ങിയ 5 പ്രാണനാണ് 5 പത്തിയുള്ള പാമ്പ്. ഈ പ്രാണൻ ഉള്ളത് കൊണ്ട് ചണ്ഡവേഗൻ എന്ന ഗന്ധർവൻ ഇടയ്ക്കിടയ്ക്ക് ആക്രമിക്കാൻ വരുന്നുണ്ട്. ചണ്ഡവേഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം കടന്നു പോകുന്നതിനെയാ പറഞ്ഞത്. ഓരോ വർഷം അങ്ങനെ കടന്നു പോകുമ്പോ ഹാപ്പി ആയിട്ട് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കും. കുറച്ചുകൾ കഴിഞ്ഞാൽ 60ാമത്തെ വയസ്സൊക്കെ ആയി കഴിഞ്ഞാലും പിന്നെ ഹാപ്പി എന്ന് പറയാൻ പറ്റുമോ? അതുവരെയുള്ള സുഖകരമായ ജീവിതം ആവില്ല അവിടെ നിന്ന് അങ്ങട്. അപ്പൊ അത്ര പൂർണ്ണമായിട്ട് ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല. ഒരു പറയാൻ തന്നെയുള്ളൂ, അവർക്ക് ഹാപ്പി ആവണമെന്നൊന്നുമില്ല. കാരണം പാൽപ്പായസം കഴിക്കാൻ വയ്യ പിറന്നാളിനെ, തുള്ളി പലരും കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. പിന്നെ എങ്ങനെ ഹാപ്പി ആവുക, സുഖാവുക? കേക്കൊക്കെ മുറിക്കുന്നുണ്ട് കുട്ടികൾ, ഒരു കഷ്ണം പോലും പിറന്നാളുകാർക്ക് കഴിക്കാൻ പറ്റണില്ലേ? വല്ല കാര്യമുണ്ടോ? ഹാപ്പി ആവുമോ? അവിടെ നമ്മുടെ വിഷമങ്ങളാണ് അവര്. ചണ്ഡവേഗൻ ഒരേ വേഗതയിൽ വരുന്നവര്. കാലം അങ്ങനെയല്ലേ, 365 കാൽ പടയാളികളുമായിട്ടാണ് വരിക. 365 കാൽ ദിവസവുമായിട്ട് കാലം വന്നുകൊണ്ടിരിക്കും. ഒരിക്കൽ ഈ ചണ്ഡവേഗൻ എന്ന കാലം പാമ്പിനെ പിടിച്ച് പുറത്തേക്ക് ഇടുന്നു പറഞ്ഞാൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു പടയാളി വന്നിട്ട്, പടയാളികളായിട്ട് ദിനങ്ങളാണ്, ദിനരാത്രങ്ങളാണ് പടയാളികളായിട്ട് പറഞ്ഞത്. 365 പടയാളികളുമായിട്ടാണ് ചണ്ഡവേഗൻ വരിക. 365 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം
ഈ പാമ്പിനെ പിടിച്ച് പുറത്തേക്ക് ഇടുമെന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ നിന്ന് ജീവനെ പുറത്തേക്ക് വിടും. അത് എന്നാ പറയാൻ പറ്റില്ല, എന്നെങ്കിലും ഒരിക്കലും ഏതെങ്കിലും ഒരു ദിവസം ജീവനെ പുറത്തേക്ക് പോണ്ടി വരും. പഞ്ചപ്രാണൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അകത്തിരിക്കുന്ന ജീവാംശത്തിന് അവിടെ നിൽക്കാൻ പറ്റില്ല. ശരീരം പിന്നെ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, കൊണ്ട് കത്തിക്കാനേ പറ്റുള്ളൂ. പക്ഷേ എത്ര വയസ്സാവുമ്പോഴും ചിന്ത എന്താവും? വൃദ്ധസ്ഥാവൽ ചിന്ത ആസക്തത. ആചാര്യസ്വാമികൾ പറയണോ, വയസ്സാവും തോറും ചിന്ത എന്താവും? അവനവന്റെ യൗവനകാലത്തെ നല്ല ജീവിതത്തെ കുറിച്ചാവും ചിന്ത. വയസ്സായി എഴുതാൻ പിറന്നാളിന് 2 ദിവസമേ ഉള്ളൂ. അവിടെ കുട്ടികളൊക്കെ അച്ഛന്റെ എഴുതാൻ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ആഘോഷങ്ങളൊക്കെ നടത്തുക, അവിടെ ഓരോരോ ഒരുക്കങ്ങള്. അപ്പോഴും ഈ പിറന്നാളുകാരന്റെ ചിന്ത എന്താ? അടുത്ത 71ാം പിറന്നാളിന് അടുത്ത കൊല്ലം ഞാൻ എന്തൊക്കെ ചെയ്യണം, നല്ല ചിന്ത. തന്റെ 30ാമത്തെ വയസ്സിൽ താൻ ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ചിന്ത. എപ്പോഴും തന്റെ യൗവനകാലത്തെ കുറിച്ച് ചിന്തിച്ചിരിക്കുക. കാരണം വീണ്ടും ജന്മം കിട്ടും. കാരണം എന്താ? യൗവനകാലത്ത് വിചാരിച്ച പോലെ മോഹങ്ങൾ മുഴുവൻ അങ്ങോട്ട് നടന്നിട്ടില്ലേ. കുറെ ആഗ്രഹങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ആഗ്രഹിച്ച പലതും യൗവനാവസ്ഥയിൽ നടപ്പിലാക്കിയിട്ടുണ്ടാവും. എന്നാലും സാധിക്കാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി വീണ്ടും ജനിക്കേണ്ടി വരും. അതാണ് പുരഞ്ജനെ ചിന്തിക്കുക. കാരണം പിന്നീട് പെണ്ണായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞത്. ജന്മങ്ങൾ വീണ്ടും വീണ്ടും വേണ്ടി വരും നമുക്ക്. എന്തെങ്കിലുമൊക്കെ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹം സഫലമാവും. എന്ത് വേണമെങ്കിലും ആഗ്രഹിച്ചോളും. എന്ത് ആഗ്രഹം വേണമെങ്കിലും ആവാം നമുക്ക്. നല്ല ആഗ്രഹമായാലും ചീത്ത ആഗ്രഹമായാലും ആഗ്രഹിച്ചോളൂ, കുഴപ്പമില്ല, സഫലമാവും, ഒരു സംശയമില്ല. പക്ഷേ കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോ ഈ ജന്മത്തിലായിക്കോളണം എന്നില്ല, ചിലപ്പോ അടുത്ത ജന്മത്തിലാവും കിട്ടുക. ആഗ്രഹം സാധിക്കാൻ വേണ്ടി ചിലപ്പോ ഈ ജന്മത്തിലെ ആഗ്രഹങ്ങള് വേണ്ട പോലെ പൂർത്തിയായിട്ടില്ലെങ്കിൽ സാധിക്കാൻ വേണ്ടി വീണ്ടും അടുത്ത ജന്മം വേണ്ടി വരും. ഇങ്ങനെ പുനരഭി ജനനം പുനരഭി ജനനം പുനരഭി ജനനി ജഠരേ ശയനം, ജനിക്കുക മരിക്കുക, അങ്ങനെ ജീവിതം ധാരാളം വേണ്ടി വരും നമുക്ക്. അതിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന പറഞ്ഞത്. പൂർവ്വജന്മത്തില് ചിലപ്പോ ചില കാര്യങ്ങൾ നമ്മൾ പറയും, അയ്യോ ഞാനിതൊന്നും ആഗ്രഹിച്ചതല്ല, ഇല്ലേ? നല്ല കാര്യമായാലും ശരി ചീത്ത കാര്യമായാലും ശരി, ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ല എന്ന് പറഞ്ഞാലും നമ്മുടെ അടുത്തേക്ക് വന്ന് പെടണം. എന്തുകൊണ്ടാ വെച്ചാൽ പൂർവ്വജന്മത്തിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ ജന്മത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ വലിയ വീടൊന്നും ഉണ്ടാക്കി താമസിക്കണം എന്ന് വിചാരിച്ചത്, സാമാന്യം വെയിലും മഴയും കൊള്ളാണ്ട് കടമൊന്നും ഇല്ലാണ്ട് അങ്ങനെ ജീവിക്കണം എന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ ചിലപ്പോ നല്ല വലിയ വീടും ധാരാളം സമ്പത്തും ഒക്കെ തന്നു വരും, അല്ലേ? കുചേലന് ഭഗവാൻ കൊടുത്തതുപോലെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. ചില സമയത്ത് കഷ്ടതയുണ്ടായി എന്ന് വരും. നമ്മൾക്ക് എന്തൊക്കെ കിട്ടണോ അതെല്ലാം ഒരു കാലത്ത് നമ്മൾ ആഗ്രഹിച്ചതാണ്, അല്ലെങ്കിൽ ഒരു കാലത്ത് നമ്മൾ കൊടുത്തതാണ്. കൊടുത്തത് മാത്രമേ കിട്ടുള്ളൂ. ആരെങ്കിലും നമ്മളെ വന്നിട്ട് 2 അടി അടിച്ചു വെച്ചാൽ ഒട്ടും പരിഭ്രമിക്കേണ്ട, കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ കൊടുത്തതാ. ആരെങ്കിലും നമ്മളെ വന്ന് ചീത്ത പറഞ്ഞു വിചാരിച്ചോളൂ, കേട്ടിരുന്നാ മതി, കാരണം കഴിഞ്ഞ ജന്മത്തിൽ അങ്ങോട്ട് പറഞ്ഞതാ. ഇനി അല്ലെങ്കിലോ അടുത്ത ജന്മത്തിൽ തിരിച്ചു പറയുകയും ചെയ്യാം. ഈ ജന്മത്തിൽ പറയാൻ നിൽക്കേണ്ടതാണ്. നമ്മൾ ചെയ്തത് മാത്രമേ, മോഹിച്ചത് മാത്രമേ നമ്മളുടെ നേരെ വരുള്ളൂ. മോഹം ഇല്ലാണ്ടാവണമെങ്കിൽ ഈശ്വരനെ ആരാധിച്ച് ഈശ്വരനെ ആഗ്രഹിച്ചാൽ മറ്റു മോഹങ്ങളൊക്കെ ആഗ്രഹങ്ങളൊക്കെ കുറയും. ഈശ്വരനെ ആഗ്രഹിക്കുമ്പോൾ ഈശ്വരനെ മാത്രമേ ആഗ്രഹിക്കുള്ളൂ. അങ്ങനെ ഈശ്വരനെ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ മറ്റാഗ്രഹങ്ങൾ കുറയുമ്പോ ഈ ജന്മത്തിൽ തന്നെ പിന്നെ ആഗ്രഹം കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. ഉള്ളതൊക്കെ ഈ ജന്മത്തിൽ തന്നെ സഫലമാക്കിയിട്ട് മോക്ഷത്തിലേക്ക് എത്താൻ പറ്റും. വീണ്ടും ജനിക്കേണ്ടി വരില്ല. ആ പുനർഭവം വീണ്ടും വരേണ്ടി വരില്ല. സത്സംഗം ഏത് ജന്മത്തിലാണോ ഉണ്ടാവണത് ആ സത്സംഗത്തില് വെച്ചിട്ട് ശ്രവണ കീർത്തനാദികള് മക്കളായിട്ട് വരും. പുരഞ്ജനന് അടുത്ത ജന്മം വൈദർഭിയായിട്ട് ജനിച്ചപ്പോ മലയധ്വജനെയാണ് വിവാഹം കഴിച്ചത്. ഈ മലയധ്വജൻ എന്ന് പറഞ്ഞാൽ സജ്ജനം. സജ്ജനങ്ങളുമായിട്ട് വിവാഹബന്ധം പോലെയുള്ള ബന്ധം വേണമെന്നാ. കല്യാണം കഴിച്ച് അവരുടെ വീട്ടിലേക്ക് പോകണമെന്നല്ല പറഞ്ഞത്. വിവാഹബന്ധം എന്ന വാക്കിനർത്ഥം ഒരിക്കലും വേർപിരിയാത്ത ബന്ധം എന്നാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ താലി കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവരൽ മാത്രമൊന്നുമല്ല ഇവിടെ കല്യാണം വിവാഹം എന്ന് പറഞ്ഞത്.
വേർപിരിയാത്ത ബന്ധം, സജ്ജനങ്ങളുമായിട്ട് വേർപിരിയാത്ത ബന്ധം, സത്സംഗം ധാരാളം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ധാരാളം സത്സംഗത്തിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ പറ്റും. ശ്രവണം അവിടെ നടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നാമം ജപിക്കുമ്പോൾ കൂടെ നമുക്ക് ജപിക്കാൻ പറ്റും. കീർത്തനം, ശ്രവണം, കീർത്തനം. സത്സംഗത്തിൽ നിന്നും തിരിച്ചു വീട്ടിലേക്ക് പോയാലും കേട്ട കാര്യങ്ങളെ സ്മരിക്കുന്ന സ്മരണം. എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ അത് ഈശ്വരനുള്ള സമർപ്പണമായിട്ട് ചിന്തിക്കുമ്പോൾ അർച്ചനം. സജ്ജനങ്ങളെയും ക്രമേണ എല്ലാവരെയും നമസ്തേ നമസ്തേ എന്ന് പറഞ്ഞ് വന്ദിക്കുമ്പോ ആ വന്ദന കാര്യങ്ങള്. ഇങ്ങനെ ക്രമേണ സത്സംഗത്തിൽ നിരന്തരം പങ്കെടുക്കുമ്പോ ഞാൻ എന്നുള്ള ഒരു വ്യക്തി ഇല്ല, എന്റെ ഉള്ളിൽ ഇരിക്കുന്ന ജീവനാകുന്ന ഈശ്വരനെ ഉള്ളൂ എന്ന ബോധ്യം വന്നാൽ ഈ ശരീരം വിട്ടുപോകുമ്പോ നമുക്ക് ഈശ്വരനെ തന്നെ ചിന്തിക്കാൻ സാധിക്കും. ഈശ്വരൻ തന്നെ വന്ന് നമ്മുടെ ജീവനെ കൂട്ടിക്കൊട്ട് പൊക്കോളും എന്ന പുരഞ്ജന ഉപാഖ്യാന കഥ. ഒരു ജീവൻ ഭഗവാനിൽ നിന്നും പുറപ്പെട്ട് പല പല ശരീരങ്ങളിൽ ജനിച്ച് മരിച്ച് ജനിച്ച് മരിച്ച് എന്നെങ്കിലും ഒരിക്കൽ സത്സംഗം കിട്ടി, സത്സംഗത്തിലൂടെ ഭക്തനായി മാറി ഭഗവാനിലേക്ക് തന്നെ ജീവൻ തിരിച്ചെത്തുന്ന കഥയാണ് പുരഞ്ജന ഉപാഖ്യാന കഥ. ഈ കഥ നാരദ മഹർഷി പ്രാചീന ബർഹിസിന് പറഞ്ഞു കൊടുത്തപ്പോ പ്രാചീന ബർഹിസ് തന്റെ യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ നിർത്തി പറയുക. കാരണം കർമ്മത്തിൽ പിഴവ് വന്നു കഴിഞ്ഞാൽ മഹാദോഷം ഉണ്ടാവും. എന്നാൽ ഒരു പിഴവും വരാത്ത മാർഗമാണ് ഭക്തി മാർഗം. ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ കഥകൾ കേട്ട് ഭഗവാനെ ചിന്തിച്ച് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണെങ്കിലും വേണ്ടില്ല. ഇപ്പോ മുനിസിപ്പാലിറ്റിയില് റോഡൊക്കെ അടിച്ചു വരുന്ന ജോലി ആയിക്കോട്ടെ, ആ അടിച്ചു വരുന്ന സമയത്ത് നാമം ജപിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനുള്ള അർച്ചനയായിട്ട് മാറി ആ കർമ്മം. അങ്ങനെ അവനവന്റെ ജീവിതം തന്നെ ഭഗവാനുള്ള അർച്ചനയായിട്ട് ഓരോ കർമ്മങ്ങളും ഭഗവാനുള്ള സമർപ്പണമായിട്ട് ചെയ്ത് ജീവിച്ച് ഭഗവാനിൽ എത്തുകയാണ് വേണ്ടത്. ഭഗവാനിൽ സമർപ്പിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ഏത് കർമ്മത്തിലും നമുക്ക് സന്തോഷം കിട്ടും. ഏത് കർമ്മം ചെയ്യുകയാണെന്ന് ആയിക്കോട്ടെ അതിൽ സന്തോഷം കിട്ടും. ഇല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മം ഇനിയിപ്പോ എന്ത് ചെയ്തു വെച്ചാലും അതിൽ സന്തോഷം കിട്ടില്ല. കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ തൃപ്തിയാണ് നമുക്ക് വേണ്ടത്. ആദ്യം കർമ്മം ചെയ്യുന്ന ആൾക്ക് തൃപ്തി വേണം, എന്നാലേ അത് കാണുന്നവർക്കും മറ്റാളുകൾക്കും അതിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ തൃപ്തി വരുള്ളൂ. പ്രാചീന പരിസ്ഥ കർമ്മങ്ങളൊക്കെ നിർത്തി രാജ്യം മന്ത്രിമാരെ ഏൽപ്പിച്ചു. പ്രാചീന പരിസ്ഥിന്റെ മക്കൾ തപസ് ചെയ്യുന്നുണ്ട് ഗുരുവായൂർ തീർത്ഥക്കുളത്തില്. മക്കൾ വന്നാൽ മക്കളെ ഭരണം ഏൽപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് മന്ത്രിമാരെ ഭരണം ഏൽപ്പിച്ച് പ്രാചീന പരിസ്ഥ നാരദ മഹർഷിയുടെ കൂടെ നാരദാശ്രമത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടാണ് പുരഞ്ജനോപാഖ്യാന കഥ അവിടെ നിർത്തിയത്. പിന്നെ ഗുരുവായൂർ തീർത്ഥക്കുളത്തില് ശ്രീപരമേശ്വരന്റെ മമ്മിയൂരപ്പന്റെ നിർദ്ദേശപ്രകാരം തപസ് ചെയ്യുന്ന പ്രജേതസുക്കളുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അവരോട് പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ പ്രാചീന ബർഹിസ് എന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം നിങ്ങൾ പോയി രാജ്യം ഭരിച്ചോളൂ, നിങ്ങൾ രാജ്യം ഭരിച്ചോളൂ, നിങ്ങൾ കുറച്ചു കാലം രാജ്യം ഭരിക്കുക, നിങ്ങൾക്ക് ഒരു ഭാര്യ മതി എന്ന് പറഞ്ഞു. വാർഷി എന്നൊരു കന്യകയെ നിങ്ങൾക്ക് കിട്ടും. വാർഷി വിവാഹം കഴിച്ച് അതിൽ ഒരു പുത്രൻ ഉണ്ടാവും. ആ പുത്രനെ ഭരണമേൽപ്പിച്ച് നിങ്ങൾ തിരിച്ച് എന്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. പ്രജേതസ്സുകള് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി ആ സരസിൽ നിന്നും പൊങ്ങി വന്നപ്പോ ഭൂമിയാകെ വൃക്ഷങ്ങള് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ. ഇങ്ങനെ വൃക്ഷങ്ങൾ നിറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞ വൃക്ഷങ്ങളെ നശിപ്പിക്കാൻ നോക്കിയപ്പോഴാണ് വൃക്ഷങ്ങളുടെ ദേവനാണ് സോമൻ. ആ സോമൻ വന്നിട്ട് പറഞ്ഞു, വൃക്ഷങ്ങളെ നശിപ്പിക്കരുത്, കാരണം വൃക്ഷങ്ങള് ഭൂമിക്ക് ആവശ്യമാണ്. എന്നാ ശരി എന്ന് പറഞ്ഞു, വൃക്ഷങ്ങളെ നശിപ്പിക്കൽ നിർത്തി. അപ്പൊ ഈ വൃക്ഷങ്ങൾ എടുത്തു വളർത്തിയ ഒരു പെൺകുട്ടിയുണ്ട്, വാർഷി എന്ന് പറയും. കണ്ടു എന്ന പേരിലൊരു മഹർഷിക്ക് പ്രംലോജ എന്ന പേരിലൊരു അപ്സരസിൽ ഉണ്ടായ കുട്ടിയാണ്. മാരിഷ എന്നാണ് പേരിട്ടത്. വൃക്ഷങ്ങൾ വളർത്തുകാരണം വാർഷി എന്ന് പറയും. ഈ വാർഷിയെ പ്രജേതസ്സുകൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. പ്രജേതസ്സുകള് ആ വാർഷിയെ വിവാഹം ചെയ്ത് കൊട്ടാരത്തിൽ പോയി മന്ത്രിമാരിൽ നിന്നും ഭരണം ഏറ്റെടുത്ത് സുഖമായിട്ട് അവിടെ രാജ്യം ഭരിച്ചു. അവർക്ക് ആ വാർഷിയിൽ ഒരു മകനുണ്ടായി, ദക്ഷൻ. ഈ ദക്ഷൻ തപസ്സിന് പോയി. കുറെ കാലം ദക്ഷൻ തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി അനുഗ്രഹമൊക്കെ വാങ്ങി തിരിച്ചു വന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇനി വായിക്കാനുള്ള കഥയാണ് ആ ദക്ഷന്റെ കഥ.
ആ ദക്ഷൻ തപസ് കഴിഞ്ഞ് തിരിച്ചു വന്നു. ആ ദക്ഷനെ കല്യാണം കഴിപ്പിച്ച് രാജ്യഭരണം ഏൽപ്പിച്ചു കൊടുത്തിട്ട് പ്രജസ്സുകള് 10 പേര് ആണ്. അവര് വീണ്ടും തപസ് ചെയ്യാനായിട്ട് വന്നു. വീണ്ടും തപസ് ചെയ്യാൻ വന്ന സമയത്ത് അവർക്ക് മുമ്പ് തപസ് ചെയ്ത മന്ത്രമൊന്നും ഓർമ്മയില്ല. കുറച്ചു കാലം കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളിൽ രാജ്യം ഭരിച്ചു കഴിഞ്ഞപ്പോഴേ മന്ത്രമൊക്കെ മറന്നു. ഈ സമയത്ത് ആണ് നാരദ മഹർഷി പ്രജേതസ്സുകളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങളെപ്പോലെ ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു പണ്ട്, ധ്രുവൻ എന്ന് പറഞ്ഞ് ധ്രുവന്റെ കഥ പറഞ്ഞു കൊടുക്കുക. ഇന്നലെ ധ്രുവന്റെ കഥ പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഈ ധ്രുവന്റെ കഥ പ്രജേതസ്സുകളുടെ മുമ്പിൽ നാരദ മഹർഷി പാടിയതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ആരാ പ്രജേതസ്സുകള് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആ ധ്രുവന്റെ വംശത്തിലെ അങ്കന്റെ കഥയും വേനന്റെ കഥയും പൃഥുവിന്റെ കഥയും പ്രാചീനപരിഹിസന്റെ കഥയും പുരഞ്ജനന്റെ കഥയും ഈ പ്രജസ്സുകളുടെ തപസ്സും രാജ്യഭരണവും ഇപ്പോഴുള്ള അവരുടെ ആ സത്രത്തെ കുറിച്ച് പറഞ്ഞത്. നാരദ മഹർഷി വന്നിട്ട് പ്രജസ്സുകളോട് പറയുകയാണ്, നിങ്ങൾ കുട്ടിക്കാലത്ത് ഈശ്വരനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി, കുറച്ചു കാലം രാജ്യം ഭരിച്ചു, വീണ്ടും കാട്ടിലേക്ക് വന്നപ്പോഴല്ലേ നിങ്ങൾക്ക് ഇപ്പൊ മന്ത്രം മറന്നത്? നിങ്ങളുടെ പരമ്പരയില് ഇതിനേക്കാൾ മുമ്പ് ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു ധ്രുവൻ. ചെറിയമ്മയുടെ പരിഷവാക്കുകൾ കേട്ട് അച്ഛന്റെ മടിയിൽ നിൽക്കാൻ പറ്റാണ്ട് കാട്ടിൽ പോയ സമയത്ത് ഞാൻ തന്നെയാണ് ആ ഉണ്ണിക്ക് തപസ് ചെയ്യാനുള്ള മാർഗം പറഞ്ഞു കൊടുത്തത് എന്ന് പറഞ്ഞു നാരദ മഹർഷി. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള നാമം ജപിച്ചുകൊണ്ട് ആ ഉണ്ണി തപസ് ചെയ്തതും ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി തിരിച്ചു വന്നതും 36,000 കൊല്ലം രാജ്യം ഭരിച്ചതും അവസാനം ഭഗവത് ദൂതന്മാര് വന്ന് ശരീരത്തോടുകൂടി ആ ധ്രുവനെ വൈകുണ്ഠ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയതായിട്ടുള്ള ധ്രുവന്റെ കഥ പ്രജസ്സുകളുടെ മുമ്പിൽ നാരദ മഹർഷി പാടി എന്ന് പറഞ്ഞപ്പോ ഈ കഥ മൈത്രേയ മഹർഷി ഹരിദ്വാറിൽ വെച്ചിട്ട് വിദുരർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ വിദുരര് വേഗം എഴുന്നേറ്റു, എനിക്ക് കഥ കേട്ടത് മതി എന്ന് പറഞ്ഞു. വിദുരര് മൈത്രേയ മഹർഷിയെ നമസ്കരിച്ചിട്ട് കൊട്ടാരത്തിലേക്ക് പോയി, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക്. അവിടെയാണെങ്കിൽ മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് ധൃതരാഷ്ട്രനും ഗാന്ധാരിയും ഒക്കെ വിഷമിച്ചിരിക്കുന്ന വിചാരിച്ചത്. പക്ഷേ ധൃതരാഷ്ട്രര് പാണ്ഡവന്മാരുടെ ആ ഒരു ലാളനയില് പരിപാലനത്തില് സന്തോഷിച്ചിരിക്കുക. ആ ധൃതരാഷ്ട്രയും ഗാന്ധാരിയെയും കൊണ്ടുപോയി തപസ് ചെയ്യിപ്പിച്ച് ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചു. ഇവിടെ വിതുര മൈത്രേയ സംവാദമായിട്ട് ഭാഗവതം 4-ാം സ്കന്ധം സമർപ്പിക്കണം. 5-ാമത്തെ സ്കന്ധം ആരംഭിക്കുമ്പോ അവിടെ ലക്ഷണം സ്ഥാനം എന്നുള്ളതാണ്. 5-ാം സ്കന്ധത്തിന്റെ ലക്ഷണം ഭഗവാന്റെ സ്ഥാനം എവിടെയാണ്, എവിടെ ഭഗവാൻ ഇരിക്കുന്നത് അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ കാണിച്ചു തരും. കാരണം എന്താ വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആളാണ് ഈശ്വരനെ. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ സ്ഥാനം കാണിച്ചാൽ ലോകം മുഴുവൻ പറയണം. അതിനു വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് ആദ്യമായിട്ട് ജീവിക്കാൻ വന്ന മനുഷ്യ ദമ്പതിമാര് സ്വയംഭുവ മനു ശതരൂപ, അവരുടെ മൂത്ത മകനാണ് പ്രിയവ്രതൻ. പ്രിയവ്രതന്റെ കഥയിലാണ് 5-ാമത്തെ സ്കന്ധം തുടങ്ങുന്നത്. പ്രിയവ്രതൻ കുട്ടിക്കാലത്ത് തന്നെ ഭഗവത് കഥകൾ കേൾക്കുന്നതിൽ വലിയ ഇഷ്ടമുള്ള ആളാണ്. നാരദ മഹർഷിയുടെ ഈ കൊട്ടാരത്തിൽ വന്ന് ഭഗവാന്റെ കഥകളൊക്കെ ഇങ്ങനെ പറയും, അദ്ദേഹം പോവുകയും ചെയ്യും. ആ പ്രിയവ്രതൻ ഒരിക്കൽ തോന്നി ഈ നാരദ മഹർഷിയുടെ പിന്നാലെ പോയാൽ എപ്പോഴും കഥ കേൾക്കാം. അങ്ങനെ പ്രിയവ്രതൻ നാരദ മഹർഷിയുടെ പിന്നാലെ പോയി നാരദാശ്രമത്തിൽ ചെന്ന് താമസിക്കാൻ തുടങ്ങി. ധാരാളം ഭഗവത് കഥകളും ഈശ്വരോപാസനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു അത്രേ. ഇവിടെ അനിയനായിട്ടുള്ള ഉത്താനപാദനാണ് രാജ്യം ഭരിച്ചത്. ആ ഉത്താനപാദന്റെ മകൻ ധ്രുവൻ, ധ്രുവന്റെ മകൻ വത്സരൻ, ആ വംശത്തില് അങ്കൻ, വേനൻ, പൃഥു, പൃഥുവിന്റെ മകൻ വിജിതാശ്വൻ, ആ വംശത്തില് പ്രാചീനപരിഹിസിന്റെ മക്കള് പ്രജസ്സുകളുടെ, അവരുടെ മകൻ ദക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു പരമ്പര അങ്ങനെ വർണ്ണിച്ചു വരുമ്പോ കുറച്ചു കഴിഞ്ഞപ്പോ ആ വംശത്തില് രാജ്യം ഭരിക്കാൻ ആളില്ലേണ്ടി. ഇപ്പോ നമ്മൾ പറഞ്ഞതായിട്ടുള്ള പ്രജസ്സുകളുടെ മകൻ ദക്ഷന് 60 പെൺകുട്ടികളാണ് ഉണ്ടായത്. അവരൊക്കെ കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാരുടെ കൂടെ പോയപ്പോൾ രാജ്യം ഭരിക്കാൻ ആളില്ലേണ്ടി. ആ കഥ നമുക്ക് ഉച്ചയ്ക്ക് പറയാൻ പോണം. ആ ഉത്താനപാദന്റെ വംശത്തിൽ രാജ്യം ഭരിക്കാൻ ആളില്ലാണ്ട് ആയപ്പോ അച്ഛനായിട്ടുള്ള മനു നാരദാശ്രമത്തിൽ പോയിട്ട് ഉണ്ണിയെ വിളിച്ചു കൊണ്ടുവന്നു. പ്രിയവ്രതനെ, പ്രിയവ്രത വരൂ, വന്ന് രാജ്യം ഭരിക്കൂ. അച്ഛ, എനിക്ക് ഭരണത്തിലൊന്നും വലിയ താല്പര്യമില്ല, ഇവിടെ ഇരുന്നിട്ട് ഭജനത്തിലാണ് എനിക്ക് താല്പര്യം. ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷമം ഉണ്ടാക്കുന്നതാണ്, ഭജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഈശ്വര ഭജനം മതി എനിക്ക്. അതല്ല ഉണ്ണി, അവിടെ ഭരിക്കാൻ ആളില്ല എന്ന് പറഞ്ഞു. ഇല്ല,
ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞിട്ട് കേട്ടില്ല അത്രേ. അപ്പോഴാണ് മനു തന്റെ അച്ഛനായിട്ടുള്ള ബ്രഹ്മാവിനോട് പോയിട്ട് പറഞ്ഞു, അതെ അച്ഛ, എന്റെ മകൻ പറഞ്ഞാ കേൾക്കണില്ല. പറഞ്ഞാ കേൾക്കാത്ത മക്കളോ വന്നു? പറഞ്ഞാ കേൾക്കാത്ത എന്താ പറഞ്ഞാ കേൾക്കാത്തത്? രാജ്യം ഭരിക്കാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. ഓ അതാണല്ലേ. അവനെ ആ നാരദ മഹർഷിയുടെ കൂടെ വന്നിട്ട് ഈശ്വര ഭജനത്തില് നല്ല രസം തോന്നിയിട്ടുണ്ടാവും. അതേ ഉള്ളൂ രസം. ഈശ്വര ഭജനത്തിലുള്ളത് പോലെ ഒരു രസം വേറെ ഒരു കർമ്മത്തിനും ഇല്ല. വേറെ ഏത് കർമ്മത്തിന്റെയും രസം തൽക്കാലേ ഉള്ളൂ. ഭക്ഷണം കഴിക്കുക, നല്ല ഹോട്ടലിൽ പോയിട്ട് നല്ല രസമൊക്കെയാണ്. എന്താ വേണ്ടത് വെച്ച് അതൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാം, കയ്യിലുള്ള കാശൊക്കെ പോകുന്നേ ഉള്ളൂ. പിന്നെ എത്ര നേരം അതിന്റെ രസം ഉണ്ടാവും? പരമാവധി 2-3 മണിക്കൂർ ഉണ്ടാവും. ഉച്ചയ്ക്ക് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു വിചാരിച്ചാൽ ഇനി ഒരാഴ്ചക്ക് ഒന്നും വേണ്ട കേട്ടോ. എന്താ, ഞാൻ ഹോട്ടലിൽ പോയിട്ടേ എന്റെ കുടുംബസമേതം 12,000 റുപ്യ കൊടുത്തിട്ട് ഞങ്ങള് കുടുംബത്തിലെ 2-3 പേര് പോയി ഭക്ഷണം കഴിയും. 3 പേര് ഭക്ഷണം കഴിച്ചിട്ട് 2,000 റുപ്യായി. അത്ര വലിയ ഹോട്ടലിലാണ് പോയത്. 2,000 റുപ്യക്ക് ഭക്ഷണം കഴിച്ചതാണ്, അതുകൊണ്ട് ഇനി 2 ദിവസത്തേക്ക് ഒന്നും വേണ്ട എന്നും പറയാറുണ്ടോ? 2,000 റുപ്യക്ക് ഭക്ഷണം കഴിച്ചാലും സപ്താഹവേദിയിൽ വന്നിട്ട് ആ ചോറും കൂട്ടാനും ഉപ്പേരി മാത്രം കഴിച്ചാലും രണ്ടിന്റെയും ഫലം 3-4 മണിക്കൂർ ഇടത്തൊക്കെ ഉള്ളൂ. പിന്നെ എന്തിനാ വെറുതെ 2,000 റുപ്യ പോയി കഴിക്കണത്? അല്ല, അമ്പലത്തിൽ പോയി അന്നദാനം കഴിച്ചാൽ പോരെ. എന്നാ ഒന്നുമില്ലെങ്കിൽ ദോഷം ഉണ്ടാവില്ല. മറ്റേന്ന് കഴിച്ചാൽ ചിലപ്പോ ദോഷമില്ല, കയ്യിൽ കാശ് പോയി എന്നുള്ള വലിയ ദോഷമുണ്ട്. ചിലപ്പോ അവരാ ഭക്ഷണത്തിൽ ചേർത്തായിട്ടുള്ള സ്വാദ് കൂടാൻ വേണ്ടി ചേർത്ത പല കാര്യങ്ങളെ കൊണ്ടും ശരീരത്തിന് അപകടം ഉണ്ടാവും. ആ സപ്താഹത്തിന് പോയിട്ടോ അന്നദാന അമ്പലത്തിലെ പ്രസാദകൂട്ടിന് പോയിട്ടോ കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. പ്രസാദമായിട്ട് ഭഗവാന്റെ സന്നിധിയിൽ ആ പ്രസാദം കഴിച്ചു എന്നുള്ള ആ ഒരു മനസ്സിന് തൃപ്തിയും കൂടി ഉണ്ടാവും. എന്തായാലും ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരേ ഉള്ളൂ അതിന്റെ ആ ഒരു തൃപ്തി. പുതിയ വസ്ത്രം ഉടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരേ ഉള്ളൂ? രാവിലെ കുളി കഴിഞ്ഞിട്ട് പുതിയ കോടി വസ്ത്രം ഉടുക്കുക. വൈകുന്നേരമായിട്ടും അത് അഴിക്കണില്ല. വൈകുന്നേരം മേക്കഴിക്കണില്ലേ? വേണ്ട, ഞാൻ പുതിയ വസ്ത്രം എടുത്തതാ, ഈ 4 ദിവസത്തേക്ക് ഞാൻ അത് അഴിക്കില്ല. അവധിയുണ്ട്. പുതിയ വസ്ത്രം എടുത്തു കഴിഞ്ഞാൽ എത്ര നേരം ഉണ്ടാവും? പരമാവധി കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ അന്ന് രാത്രിയും കൂടി ചിലപ്പോ അത് ഉടുത്ത് കിടക്കാൻ വിചാരിക്കാം. പിറ്റേ ദിവസം രാവിലെ ആയിട്ട് ഞാൻ കുളിക്കണില്ല, എന്നാലും കോടി കൊടുത്തതാ, ഇത് അഴിക്കണില്ല എന്ന് പറഞ്ഞാൽ അതെ എന്റെ അടുത്തേക്ക് വരണ്ട പറയാ, നാറിയിട്ട് പറ്റില്ല. ഇന്നലെ കോടി വസ്ത്രം കൊടുത്തതാണ് അല്ലെ. എത്ര നേരം ഉണ്ട് പുതിയ കോടി വസ്ത്രം കൊടുത്താൽ അതിന്റെ സുഖം? നല്ല വേനൽക്കാലൊക്കെ ആണെങ്കിൽ പരമാവധി ഉച്ച വരെ അല്ലെ. ഉച്ചയ്ക്ക് ഒന്ന് വേർക്കുമ്പോഴേക്കും AC മുറിയിലൊക്കെയാണ് കല്യാണത്തിന് പോയിച്ചാൽ കുഴപ്പമില്ലേ. അല്ല എന്നുണ്ടെങ്കിൽ ഓഡിറ്റോറിയത്തിൽ AC ഒന്നും ഇല്ല അല്ലെ, ആകെ വേർത്ത് കുളിച്ചു ഒന്ന് വേഗം വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റിയാൽ മതി എന്ന് തോന്നും. എത്രയേ ഉള്ളൂ സുഖം? കുറച്ചു നേരത്തൊക്കെ ഉള്ളൂ. പോണ വഴിക്ക് റോഡിലേക്ക് നടന്നു പോകുമ്പോ ഏതെങ്കിലും ഒരു വാഹനം വന്നിട്ട് ലേശം തടി തെറിപ്പിച്ചാൽ മതി, ആ സുഖമൊക്കെ പോയില്ലേ. നമ്മൾ കാരണമല്ല, വേറൊരാളുടെ ആ ശ്രദ്ധ കൊണ്ട് പോലും നമ്മുടെ സുഖം പോവും. ആ കോടി സാരിയിലെ പുതിയ പട്ടുസാരി ലേശം അടിക്ക് തെറിച്ചാൽ മതി, സുഖം പോവാൻ. എന്തേ? ഇതൊക്കെ വെറും താൽക്കാലികമായ സുഖം മാത്രമാണ്. എന്നും നിലനിൽക്കുന്ന സുഖം, ഒരിക്കലും മാറ്റം വരാത്ത സുഖം ഈശ്വര ആരാധനയിൽ കിട്ടുന്ന സുഖമാണ്. ആ ഈശ്വരാരാധനയില് കിട്ടുന്ന സുഖം, ഭഗവാനെ ആരാധിക്കുമ്പോ കാണുമ്പോ ഭഗവത് കഥകള് കേൾക്കുമ്പോ ഉണ്ടാവുന്ന സുഖം, അത് ഒരു കാലത്തും പോവില്ല. ഇന്നും ഉള്ളിലുണ്ടാവും ആ സുഖം. ആ സുഖം അനുഭവിച്ചയാളാ പ്രിയവ്രതൻ. അതുകൊണ്ടാണ് രാജ്യം ഭരിക്കാൻ വരാത്തത് എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ചെന്ന് പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല, ദശ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അവസാനം ബ്രഹ്മാവ് എന്ത് ചെയ്തു പറയോ? നാരദ മഹർഷിയോട് പറഞ്ഞു, നാരദ നീ ഗുരുനാഥനല്ലേ ആ പ്രിയവ്രതന്റെ, നീ ഒന്ന് പറയൂ എന്ന് പറഞ്ഞു. നാരദ മഹർഷി പറഞ്ഞു, പ്രിയവ്രത പോയി രാജ്യം ഭരിക്കൂ എന്ന് പറഞ്ഞു. വെഗ് എണീറ്റ് പോയി തരേ. നാരദ മഹർഷി പറഞ്ഞപ്പോ വെഗ് എണീറ്റ് പോയി. അപ്പൊ എന്റെ അച്ഛനും മുത്തച്ഛനും ഒന്നും പറഞ്ഞപ്പോ പോവാത്ത ഇദ്ദേഹം നാരദ മഹർഷി പറഞ്ഞപ്പോ പോയത്. നാരദ മഹർഷി ഗുരുനാഥനാണ്. അച്ഛനും അമ്മയും അച്ഛനോ മുത്തച്ഛനോ ഒക്കെ പറഞ്ഞാലും ചിലപ്പോ വേണമെന്നുണ്ടെങ്കിൽ അവരോട് പറയാം, എനിക്ക് വയ്യ കേട്ടോ, വയ്യായി ഉണ്ട്, എന്നെ ഒഴിവാക്കി തന്നാൽ തർക്കമില്ല എന്ന് വേണമെങ്കിൽ അച്ഛനോടോ മുത്തച്ഛനോടോ വേണമെങ്കിൽ പറയാം. പക്ഷെ ഗുരുനാഥനോട് അത് പറയാൻ പാടില്ല. ഗുരുനാഥൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അപ്പം അങ്ങോട്ട് ചെയ്തോളുക എന്നല്ലാണ്ട്, ഇത് ഞാൻ ഇപ്പൊ ഗുരുനാഥൻ വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വരാന്ന് പോലും പറയാൻ പാടില്ല അത്രേ. അത് പറയുന്ന സമയം കൊണ്ട് അവിടെ എത്തിക്കോളുന്നത്. ഇപ്പൊ വരാം എന്ന് പറയാൻ സമയം വേണ്ടേ?
ആ സമയം പോലും എടുക്കാൻ പാടില്ല, ഗുരുനാഥന് മുമ്പിൽ എത്തിക്കൊള്ളണം. ഗുരുനാഥൻ എന്തെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞാൽ അയ്യോ അതിപ്പോ എന്നെ കൊണ്ട് പറ്റുമോ, യാതൊരു ചോദ്യം തന്നെ പാടില്ല. അത്രേ ഗുരുനാഥന് ശിഷ്യന് പറ്റുന്നത് മാത്രമേ ഗുരുനാഥൻ പറയുള്ളൂ. ഗുരുനാഥൻ പറഞ്ഞാൽ അത് ചെയ്തുകൊള്ളുക. ഗുരുനാഥൻ പറയുന്നതിനെ എപ്പോഴെങ്കിലും ഒന്ന് അനുസരിക്കാണ്ടിരുന്നു അല്ലെങ്കിൽ സംശയത്തോടുകൂടി ഗുരുനാഥനെ നോക്കിയിട്ടാൽ പിന്നെ ഗുരുത്തക്കേട് വന്നു, പിന്നെ ഒന്നും നേരെയാവില്ല. ലോകത്തെ ഏറ്റവും വലിയ ദോഷം സമ്പാദിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുത്തക്കേടാണ്. ഗുരുനാഥന്റെ അതൃപ്തി, ഗുരുനാഥനെ നിന്ദിക്കുക. അതിനിതാ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ധാരാളം കേൾക്കാം. ദേവന്മാർക്ക് പോലും, ദേവേന്ദ്രന് പോലും ഗുരുത്തക്കേട് കാരണം, ഗുരുനാഥന്റെ അതൃപ്തി കാരണം വന്നതായിട്ടുള്ള കഷ്ടതകൾ കുറച്ചൊന്നുമല്ല. ഒരിക്കലും ഗുരുനാഥന്റെ അതൃപ്തി സമ്പാദിച്ചു വെക്കരുത്. പ്രിയവ്രതൻ എന്ത് ചെയ്തു? നാരദ മഹർഷി പോയി രാജ്യം ഭരിക്കൂ എന്ന് പറഞ്ഞപ്പോ വേഗ പോവാൻ തയ്യാറായി. ഇത് കേട്ടപ്പോ നാരദ മഹർഷിക്കും സന്തോഷമായി. നാരദ മഹർഷി പറഞ്ഞു, കുറെ കാലം രാജ്യം ഭരിക്കേണ്ട പ്രിയവ്രത, കുട്ടികളൊക്കെ ഉണ്ടായി, കുട്ടികളെ ഭരണം ഏൽപ്പിച്ചാൽ ഈശ്വരാരാധനയ്ക്ക് നിർണ പോരൂ എന്ന് പറഞ്ഞു. പ്രിയവ്രതൻ പോയിട്ട് രാജ്യം ഭരിക്കാൻ തുടങ്ങി. അന്ന് ഭൂമി മുഴുവൻ ഒരൊറ്റ വൻകരയാണ്. ഇന്നത്തെ പോലെ 7 വൻകര വന്നിട്ടില്ല, ഒരൊറ്റ വൻകരയാ ഭൂമി. പ്രിയവ്രതൻ ഭൂമി മുഴുവൻ അടക്കി ഭരിച്ചു. എല്ലാവരും അധ്വാനിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു. അത്രേ എല്ലാവരും പണിയെടുക്കണം എന്ന് പറഞ്ഞപ്പോ എല്ലാവരും പണിയെടുക്കാൻ തയ്യാറായി. പക്ഷെ രാത്രിയിൽ ആരും പണിയെടുക്കണില്ല. ആ പ്രിയവ്രതൻ ചോദിച്ചു, എന്താ നിങ്ങൾ രാത്രി പണിയെടുക്കാത്തത്? രാത്രി വെളിച്ചമില്ല, സൂര്യപ്രകാശം ഇല്ല. രാത്രി ഞാൻ വെളിച്ചം തരാം, പണിയെടുക്കുമോ ചോദിച്ചു. അത് ചെറിയ ടോർച്ചിന്റെ വെളിച്ചോ ഒരു വിളക്കിന്റെ വെളിച്ചോ ഒന്നും മുമ്പ് പണിയെടുക്കാൻ ചിലപ്പോ കണ്ടുകൊള്ളണമെന്നില്ല. വേണ്ട, സൂര്യനെ പോലെ പ്രകാശം തരാൻ രാത്രി, നിങ്ങൾ പണിയെടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പോ ജനങ്ങൾ വിചാരിച്ചു ഇപ്പോഴത്തെ ഭരണാധികാരികളുടെ വാക്ക് പോലെയാണോ എന്ന് വിചാരിച്ചു. ഇലക്ഷനും പോന്നിട്ട് എന്തൊക്കെ തരാന്ന് ഒരുപാട് എണ്ണം തരില്ല ആവുന്ന് വിചാരിച്ചു. പക്ഷെ പ്രിയവ്രതൻ, ഇതൊക്കെ ഈശ്വരചിന്തയില്ലാത്ത ആളുകളാണ് വാക്ക് പാലിക്കാണ്ടിരിക്കുക. വാക്ക് പാലിക്കാണ്ടിരിക്കുന്നവർക്കുള്ള ശിക്ഷ എന്താന്ന് വായിച്ചു കഴിഞ്ഞു. നരകവർണ്ണയിൽ കേൾക്കാൻ പറ്റും. ഇവിടെ പ്രിയവ്രതൻ പറഞ്ഞു, സൂര്യനെ പോലെ രാത്രി ഞാൻ പ്രകാശം തരാം, നിങ്ങൾ പണിയെടുക്കുമോ ചോദിച്ചപ്പോ അവർ പണിയെടുത്തോളാം എന്ന് പറഞ്ഞു. അത്രേ പ്രിയവ്രതൻ ബ്രഹ്മാവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, മുത്തശ്ശ എനിക്ക് രാജ്യം ഭരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു തേര് വേണം എന്ന് പറഞ്ഞു. അപ്പൊ തരാറോ എന്ന് പറഞ്ഞു. ഈ പ്രപഞ്ചം ഒക്കെ സൃഷ്ടിക്കുന്ന ബ്രഹ്മാവിന് ഒരു തേര് സൃഷ്ടിക്കാൻ പ്രയാസമുണ്ടോ? എങ്ങനെയെങ്കിലുള്ള തേര് പോരാ, സൂര്യനെ പോലെ പ്രകാശമുള്ള തേര് വേണം എന്ന് പറഞ്ഞു. അവസാനം ബ്രഹ്മാവ് കുറെ രത്നങ്ങളൊക്കെ പതിച്ച് സൂര്യനെ പോലെ പ്രകാശമുള്ള തേര് കൊടുത്തു. അത്രേ ഈ തേരുമായിട്ട് പ്രിയവ്രതൻ രാത്രി ഭൂമിയിൽ സഞ്ചരിക്കാൻ തുടങ്ങി. പകല് ബ്രഹ്മലോകത്തേക്ക് പറഞ്ഞയക്കും തേരിനെ, കാരണം നമ്മുടെ സൂര്യൻ ഉണ്ടല്ലോ. രാത്രിയായാൽ ആ തേരിനെ വിളിക്കും, ആ തേരിൽ സഞ്ചരിക്കും. ഭൂമിയിൽ ഇപ്പൊ ഇരുട്ടില്ലാണ്ടായി. രാത്രി പ്രിയവ്രതന്റെ തേരിൽ നിന്നുണ്ടാകുന്ന ആ പ്രകാശം കൊണ്ട് ഭൂമി മുഴുവൻ വെളിച്ചം. ഇന്നിപ്പോ സൂര്യൻ പകല് ഇവിടെ, രാത്രി അമേരിക്കയിലും അല്ലേ. അന്ന് ഈ അമേരിക്കയും അന്റാർട്ടിക്കയും ഓസ്ട്രേലിയയും മുഴുവൻ ഒന്നിച്ചാണ്, ഒരൊറ്റ ഭൂഖണ്ഡ. മറുഭാഗത്ത് മുഴുവൻ മുക്കാഭാഗം കടല്. അപ്പൊ സൂര്യൻ രാത്രി കടലിലേക്ക് അങ്ങോട്ട് പോകും. അവിടെ ഇപ്പൊ കരയൊന്നുമില്ല, ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ കര. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആ പ്രിയവ്രതന്റെ തേർചക്രം കൊണ്ട് ഉള്ള പ്രകാശം. ഇങ്ങനെ ഒരു 7 ദിവസം പ്രിയവ്രതൻ ആ തേര് ഓടിച്ചു. അത്രേ അതോടുകൂടി ബ്രഹ്മാവിന് ആകെ പരിഭ്രമായി. ഭൂമിയിൽ ഇരുട്ടില്ലാണ്ടിരുന്നാൽ പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ ഭൂമിയില് വൃക്ഷങ്ങളിൽ ഫലം ഉണ്ടാവണമെങ്കിൽ ഇരുട്ട് വേണം. മനുഷ്യരിൽ ബുദ്ധി വളരണം എന്നുണ്ടെങ്കിൽ ഇരുട്ട് വേണം. ഇരുട്ട് കഴിഞ്ഞാൽ പറ്റില്ല. വെളിച്ചത്ത് വൃക്ഷങ്ങളിൽ ഫലം ഉണ്ടാവില്ല. വൃക്ഷങ്ങളെല്ലാം വളരെ ഫലം ഉണ്ടാവില്ല. സയൻസിൽ പഠിച്ചിട്ടുണ്ട്. വേരിലൂടെ വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കുന്ന വൃക്ഷങ്ങള് തണ്ടിലൂടെ കാർബൺ ഡൈ ഓക്സൈഡും ഇലയിലെ സൂര്യപ്രകാശവും ശേഖരിച്ച് രാത്രിയിലാണ് വൃക്ഷങ്ങള് ഭക്ഷണം പാകം ചെയ്യണത് എന്ന്. ഇത് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ആ സയൻസ് അല്ല, ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധം 1-ാം അധ്യായത്തിലാ പറഞ്ഞിട്ടുള്ളത്. ബ്രഹ്മാവ് പ്രിയവ്രതോടാ പറഞ്ഞിട്ടുള്ളത്. ഭൂമിയിൽ വൃക്ഷങ്ങളിൽ ഫലം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, മനുഷ്യരിൽ ജീവജാലങ്ങളിൽ വളർച്ച ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇരുട്ട് വേണം. ഇന്ന് ടൗണുകളിലൊക്കെ ധാരാളം രാത്രി വലിയ വലിയ ലൈറ്റുകൾ കിട്ടുന്നത് കാണാം.
ഓരോ MLA-മാരുടെ മന്ത്രിമാരുടെ സംഭാവനയാണെന്ന് പറയും. ലക്ഷക്കണക്കിന് റുപ്യ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൽ എത്ര അതിന് ചെലവായി, എത്ര അവരുടെ കയ്യിലേക്കായി നിശ്ചയില്ല അല്ലെ. ചെറിയ ബസ് സ്റ്റോപ്പിന് കണ്ടിട്ടില്ലേ 40 ലക്ഷം റുപ്യ. 40 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ സാമാന്യം വലിയ വീടുണ്ടാക്കാം. ചെറിയൊരു ബസ് സ്റ്റോപ്പിന് 40 ലക്ഷം റുപ്യ. ബാക്കിയാണ് കൊണ്ടുപോയത് നിശ്ചയില്ല. ചോദിക്കാനും പറയാനും ആരുമില്ല. അല്ലെങ്കിൽ ചോദിക്കാൻ ചെന്നാൽ അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്യും അല്ലെ. എവിടെ ചെയ്യണമെന്ന് ചോദിക്കാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. എന്തായാലും രാത്രിയില് ലൈറ്റുകൾ കാണാം. ഈ ലൈറ്റ് ഒക്കെ ഉള്ള ദിക്കില് പരിസരത്ത് പോയി നോക്കൂ. അവിടെയുള്ള ഒരൊറ്റ വൃക്ഷത്തിൽ രാത്രി കിളികൾ ഉണ്ടാവില്ല. മറ്റത് വൃക്ഷങ്ങളിലൊക്കെ ധാരാളം കിളികൾ വന്നിരിക്കാറുണ്ട്. എന്തേ? ഈ കിളികൾക്ക് ഇരുട്ട് വേണം വളരണം എന്നുണ്ടെങ്കിൽ. ഇരുട്ടത്തെ വളരുള്ളൂ, ബുദ്ധി ഉറക്കുള്ളൂ എന്ന് അവർക്കറിയാം. ഇതറിയാത്ത ഒരേ ഒരു വിഭാഗം മനുഷ്യനാണ്. വലിയ ബുദ്ധിമാനൊക്കെയാണെന്നാ മണ്ടനായി മാറിയിരിക്കുക മനുഷ്യര്. വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, ഡിഗ്രി ഉണ്ട്, പല പല ടെക്നിക്കുകളും പഠിച്ചിട്ടുണ്ട്. വേണ്ടത് മാത്രം പഠിച്ചിട്ടില്ല. എന്താ? കിടന്നുറങ്ങുമ്പോ വീട്ടില് വെളിച്ചം വേണം. അതിനുവേണ്ടി പുതിയ ഇലക്ട്രീഷ്യന്മാര് പറയൂത്രേ, രാത്രി ചെറിയ വെളിച്ചത്തിന് വേണ്ടിയിട്ട് സാധാരണ ബൾബൊക്കെ മുകളിലാണ് ഉണ്ടാവുക. രാത്രി കിടന്നുറങ്ങുമ്പോ ലൈറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചുവട്ടിന്റെ അടിയിൽ കൊണ്ടുപോയി ലൈറ്റ് വെച്ചുത്രേ. ബുദ്ധിമാനായ മനുഷ്യൻ എന്നാണ് അത്രേ പറയണത്. എവിടെയോ ബുദ്ധി നിശ്ചയില്ല. കിടന്നുറങ്ങുമ്പോ വെളിച്ചത്ത് കിടന്നുറങ്ങിയാൽ മന്ദബുദ്ധിയായിട്ട് മാറും. കുട്ടികൾ തമ്മിൽ വികൃതി കാണിക്കുമ്പോഴേ കുട്ടി വന്നിട്ട് പറയും മുത്തശ്ശിയോട്, മുത്തശ്ശി അവൻ എന്നെ വികൃതി കാണിച്ചുവോ? മുത്തശ്ശി എന്താ ശിക്ഷ കൊടുക്കുക? നമുക്ക് അവനെ വെളിച്ചത്ത് ഭക്ഷണം കൊടുത്ത് ഇരുട്ടത്ത് കിടത്തി ഉറക്കാന്ന് പറയൂലേ. എന്താ മുത്തശ്ശി പറയണത്? വെളിച്ചത്ത് ഭക്ഷണം കൊടുത്ത് ഇരുട്ടത്ത് കിടത്തി ഉറക്കാം എന്നുള്ളത്. മുത്തശ്ശിക്ക് അറിയാം, ഇരുട്ടത്ത് കിടന്നുറങ്ങിയാലേ ബുദ്ധി ഉറക്കുള്ളൂ. ബുദ്ധി ഉറച്ചാൽ പിന്നെ വികൃതി കാണിക്കുമോ? മറ്റവനെ ദ്രോഹിക്കുവോ? ആ മുത്തശ്ശിമാര് പറയുന്നതിനെ തമാശയായിട്ട് നമ്മൾ എടുത്തു. വലിയ ശാസ്ത്രമാണ്. ഇരുട്ടത്ത് കിടന്നുറങ്ങിയാലേ ബുദ്ധി ഉറക്കുള്ളൂ. കുട്ടികള് കിടന്നുറങ്ങുന്ന മുറിയില് അയ്യോ ആ കുട്ടി കിടന്നുറങ്ങുക, ചെറിയ ലൈറ്റ് ഇട്ട് വെക്കരുത്. കുട്ടി മന്ദബുദ്ധിയായിട്ട് മാറി വെളിച്ചത്ത് ഉറക്കി കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല. കുട്ടികൾക്ക് പഴയ പോലെ മനോധൈര്യം ഉണ്ടോ? ഓർമ്മ നിൽക്കുന്നുണ്ടോ? ബുദ്ധി വേണ്ട പോലെ ഉറക്കുന്നുണ്ടോ? പഴയ പോലെ ഉണ്ട്. കുട്ടിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്. മൊബൈലില് അച്ഛൻ അറിയാത്ത സംശയം കുട്ടി തീർത്ത് തരും. 3 വയസ്സുള്ള കുട്ടിക്ക് ഈ മൊബൈലിലെ സംശയം തീർക്കലാണോ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സാമാന്യം അച്ഛനോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ബുദ്ധി ഉണ്ടോ കുട്ടിക്ക്? അമ്മയോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ബുദ്ധി ഉണ്ടോ? സാമാന്യം വേണ്ടത് ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ? ഭഗവാന്റെ നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ? പഠിച്ച കാര്യങ്ങൾ വേണ്ടെങ്കിൽ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ? ബുദ്ധി മരവിച്ചു പോവുക ചെയ്യണത്. എന്തേ? പ്രധാനപ്പെട്ട കാരണം വെളിച്ചത്ത് കിടന്ന് ഉറങ്ങണു എന്നുള്ളത്. ഇരുട്ടത്തെ കിടന്ന് ഉറങ്ങാവൂ. പണ്ട് കറണ്ടില്ലാത്ത കാലത്തും രാത്രി പ്രസവിച്ച കുട്ടികളൊക്കെ, ചെറിയ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് ഒരു കുട്ടി രാത്രിയിൽ മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് തുണിയൊക്കെ മാറ്റി കൊടുക്കാൻ കുറച്ച് വെളിച്ചം വേണ്ടേ? അതിനുവേണ്ടി എന്ത് ചെയ്യും? ചെറിയ കുപ്പിവിളക്ക് ഉണ്ടാവും. ആ കുപ്പിവിളക്കിന്റെ ആ ഒരു ചില നാട്ടിലേക്ക് അത് ഈ മുട്ട വിളക്ക് എന്നാ പറയുക. കാരണം കോഴിമുട്ടയുടെ ആകൃതിയിൽ അതിന്റെ ആ കുപ്പി ചെറിയ വിളക്കാവും. അത് കത്തിച്ച് വെച്ച് അതിന്റെ തിരി നല്ലോണം താഴ്ത്തി വെക്കും. എന്താ വേണമെങ്കിൽ വലുതാക്കി വെച്ചാൽ പോരെ? പറ്റില്ല. ഈ കുട്ടി കിടക്കണത്തേക്ക് ആ വെളിച്ചം വരാൻ പാടില്ല. പക്ഷെ കുട്ടി കരഞ്ഞാൽ അമ്മയ്ക്ക് വെളിച്ചം കാണാൻ വേണ്ടി അമ്മയ്ക്ക് നോക്കിയാൽ കാണണം ആ വിളക്ക് അവിടെ കത്തുണ്ട് എന്നുള്ളതാണ്. അമ്മ എന്ത് ചെയ്യും? ആ വിളക്കിന്റെ അടുത്ത് നിന്ന് തിരി ഒന്ന് നീട്ടും. തിരി നീട്ടുമ്പോ എന്നിട്ട് കുട്ടിയുടെ മൂത്ര വെച്ച് തുണിയൊക്കെ മാറ്റി കൊടുത്ത് കുട്ടിക്ക് പാല് ഒക്കെ തുണിയൊക്കെ മാറ്റി കഴിഞ്ഞാൽ വീണ്ടും അമ്മ വിളക്ക് താത്തി വെക്കും. എന്നിട്ടേ കുട്ടിയെ ഉറക്കുള്ളൂ. ഇന്നങ്ങനെയല്ല. ഇന്ന് കുട്ടി ഉറങ്ങുന്നിടത്ത് വിളക്ക് വെച്ചിട്ട് വെക്കണം. വെളിച്ചത്ത് ഉറങ്ങരുത്. ഇരുട്ടത്തെ ഉറങ്ങാൻ പാടുള്ളൂ. ഇരുട്ടത്ത് ഉറങ്ങുമ്പോഴേ വളർച്ച ഉണ്ടാവുള്ളൂ. ഇത് ബ്രഹ്മാവ് പറഞ്ഞു തന്നു. പ്രിയപ്പെട്ട, ഭൂമിയില് ഒരു പകലുണ്ടെങ്കിൽ ഒരു രാത്രി വേണം. ഇല്ലെങ്കിൽ വൃക്ഷങ്ങളിൽ ഫലം ഉണ്ടാവില്ല. പ്ലാവിന്റെ അടുത്തൊക്കെ ചെന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ ചട്ട തൊട്ട് നോക്കിയിട്ട് പറയും, ഇത് വൈകുന്നേരത്തേക്ക് പഴുപ്പ് കേട്ടോ എന്ന് ഏതെങ്കിലും മുത്തശ്ശിമാര് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? വൈകുന്നേരം ഒരു ഊണ് കഴിഞ്ഞിട്ടാ മിക്കവാറും മുത്തശ്ശിമാര് പുറത്തേക്ക് ഇറങ്ങുക പറമ്പിലേക്ക്. ഊണ് കഴിഞ്ഞാൽ പറമ്പിലേക്കോ ഇറങ്ങിയിട്ട് അതെ അവിടെ ഒരു ചക്ക പൂത്ത് നിൽക്കുന്നുണ്ട്. എന്നപ്പോ പറിച്ചു വിടും. എപ്പോ വേണ്ട, നാളേക്ക് അത് പാകാവും. മുത്തശ്ശി പറയപ്പോഴാ വൈകുന്നേരം 4 മണി 5 മണിക്കാ മുത്തശ്ശി വന്നിട്ട് പറയും തൊട്ട് നോക്കിയിട്ട് നാളെ രാവിലെ പറയ്ക്കാം. രാവിലെ തൊട്ട് നോക്കിയിട്ട് വൈകുന്നേരം പറയ്ക്കാന്ന് പറയില്ലേ. ആ മുത്തശ്ശിക്ക് അറിയാം പകൽ സമയത്ത്
ആ ചക്കയിൽ ഒരു മാറ്റവും സംഭവിക്കണില്ല. രാത്രിയിലാണ് മാറ്റം സംഭവിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വാഴക്കൊലയൊക്കെ എത്ര വേണമെങ്കിൽ പുകയിൽ വെച്ചോളൂ. രാവിലെ പുകയ്ക്കിലിട്ടാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു മാറ്റവും അതിൽ പറ്റില്ല. പക്ഷെ വൈകുന്നേരം പുകയിട്ടാൽ രാവിലെ ആകുമ്പോഴേക്കും പാകാവും. കാരണം രാത്രിയിൽ ഇരുട്ടത്തേതിലും മാറ്റം സംഭവിക്കുള്ളൂ. എന്തിനാ പഴക്കൊല ഇവിടെ ഈ നമ്മുടെ മുറ്റത്ത് അടുപ്പില് പുകച്ചാൽ അത് ആവില്ല. എങ്ങനെയാ? ഒക്കെ അടച്ചിടും അല്ലെ? പഴക്കൊല പഴുപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഒക്കെ അടച്ചിട്ട് ഇരുട്ടത്തെ അതിൽ മാറ്റം വരുള്ളൂ. ഇരുട്ട് വേണം. ഇരുട്ടിലെ വെളിച്ചത്തിന്റെ വില അറിയുള്ളൂ. ബ്രഹ്മാവ് പറഞ്ഞു, പ്രിയപ്രദ ഇങ്ങനെ രാവും പകലും ഇല്ലാണ്ട് ഇരുന്നാൽ പറ്റില്ല, കൊണ്ടുപോയി ഇത്ര തീരണേ. ഈ പ്രിയവ്രതന്റെ രഥചക്രം ഉരുണ്ടിട്ട് ഭൂമിയിൽ 7 ഗർത്തങ്ങൾ ഉണ്ടായി. ഈ ഗർത്തങ്ങളിൽ കാലക്രമേണ വെള്ളം നിറഞ്ഞു. ഒരു ഭാഗത്ത് വെള്ളമുണ്ട്. അപ്പൊ ഈ ഗർത്തങ്ങളിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴുകി 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 വന്ന് 7 സമുദ്രങ്ങൾ ഉണ്ടായി. 7 വൻകരകള്. പ്രിയവ്രതന്റെ തേജത്തെ ഉരുണ്ടിട്ടാണ് 7 വൻകരകൾ ഉണ്ടായത്. ജംബു, പ്ലക്ഷം, ശാൽമലി, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്കരം, ഇങ്ങനെ 7 വൻകരകള്. ക്ഷാരോദം, ഇക്ഷ്വരഹോദം, ക്ഷുരോദം, ക്ഷീരോദം, ദതിമണ്ഡോദം, ശുദ്ധോദം, 7 സമുദ്രങ്ങള്. ഇന്നും 7 വൻകരകൾ തന്നെയുള്ളൂ നമുക്ക്. ഇന്ന് പേര് മാറിയിട്ടെന്ന് മാത്രം. ഏഷ്യ, ആഫ്രിക്ക, ആസ്ട്രേലിയ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക എന്നൊക്കെ പറഞ്ഞ് മാറിയിട്ട് എന്നല്ലാണ്ട് വൻകരകളുടെ എണ്ണത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇതിൽ ജംബൂദ്വീപാണ് നമ്മൾ താമസിക്കുന്ന ഈ ഏഷ്യ ഭൂഖണ്ഡം. 1,00,000 യോജന ഇതിന്റെ വലിപ്പം. ഈ പ്രിയവ്രതന്റെ കുടുംബജീവിതം. പ്രിയവ്രതൻ 2 കല്യാണം കഴിച്ചു. 2 കല്യാണത്തിലും കൂടി 13 ആൺകുട്ടികളും ഒരു പെൺകുട്ടി ഉണ്ടായി. ആ 13 ആൺകുട്ടികളില് 3 പേര് തപസ് ചെയ്യാനായിട്ട് പോയിത്രേ. കവി, മഹാവീരൻ, സവനൻ അവർ തപസ് ചെയ്യാനായിട്ട് പോയി. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ചുമതലയൊന്നും വേണ്ട, തപസ് ചെയ്യാൻ പോയിത്രേ. ബാക്കി 3 പേര് പറഞ്ഞു, ഞങ്ങളും ഇപ്പൊ തപസ്സിന് പോട്ടെ, കുറച്ചു കാലം കഴിഞ്ഞിട്ട് മനുക്കളായിട്ട് മാറിക്കോളാം എന്ന് പറഞ്ഞ് ഉത്തമൻ, താമസൻ, രൈവതൻ 3 പേര് ഭാവിയിലെ മനുക്കളാവാൻ വേണ്ടി തപസ് ചെയ്യാനും പോയി. 13-ലെ 6 മക്കൾ പോയി. ഇപ്പൊ 7 മക്കളുണ്ട് ഇവിടെ. ഈ 7 മക്കളെയും പ്രിയവ്രതൻ എന്ത് ചെയ്തു? 7 വൻകരകളുടെ ചുമതല ഏൽപ്പിച്ചു. 7 വൻകരയായിട്ടുണ്ടല്ലോ. ജംബൂദ്വീപിന്റെ ചുമതല മൂത്ത മകനായിട്ടുള്ള അഗ്നിധരനെ ഏൽപ്പിച്ചു. ബാക്കി 6 മക്കളെ മറ്റ് 6 ദ്വീപുകളുടെ ചുമതല ഏൽപ്പിച്ചു. ഒരു പെൺകുട്ടിയുണ്ട് അല്ലെ? മക്കളെ ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വന്നോളാനാണ് നാരദ മഹർഷി പറഞ്ഞത്. ഈ പെൺകുട്ടിയെ കുറിച്ച് ഏൽപ്പിക്കണം. ആ പെൺകുട്ടിയെ ശുക്രാചാര്യർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഊർജസ്തുതി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ശുക്രാചാര്യർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ആ ശുക്രാചാര്യർക്ക് ആ ഊർജസ്തുതിയിലുണ്ടായ മകളാണ് ദേവയാനി. ഈ ദേവയാനിക്ക് ഉണ്ടായ കുട്ടികളിൽ ഒരാളാണ് യദു. ഈ യദുവിന്റെ വംശമാണ് യാദവ വംശം. ഈ യാദവ വംശത്തിലാണ് ശ്രീകൃഷ്ണന്റെ അവതാരം. ഈ പ്രിയവ്രതന്റെ വംശവുമായിട്ട് സ്വയംഭൂമനുവിന്റെ വംശവുമായിട്ട് കൃഷ്ണാവതാരത്തിലേക്കുള്ള ആ ഒരു ബന്ധം ചെറുതായിട്ട് നമ്മുടെ സൂചിപ്പിച്ചു. ഇവിടെ പ്രിയവ്രതൻ എന്ത് ചെയ്തു? മക്കളെ ചുമതല ഏൽപ്പിച്ച് തപസ്സനായിട്ട് വീണ്ടും നാരദാശ്രമത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു. പിന്നെ മൂത്ത മകനായിട്ടുള്ള അഗ്നിധരന്റെ ഭരണം. അഗ്നിധരനാണ് ജംബൂദ്വീപിനെ ഭരിച്ചത്, ഈ ഏഷ്യാ ഭൂഖണ്ഡത്തെ. അഗ്നിധരന് ചെറുപ്പകാലത്ത് കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ചാ ജീവിച്ചത്. ഇപ്പൊ ഭരണം കിട്ടിയപ്പോ അദ്ദേഹം വിചാരിച്ചു, ഒന്ന് ഈശ്വരനെ ആരാധിക്കാൻ പോയാലോ. അച്ഛനൊക്കെ ഈശ്വരനെ കുറെ ആരാധിച്ചിട്ടുള്ളതാണ്. അപ്പൊ കാട്ടിൽ പോയിട്ട് തപസ് ചെയ്യാലോ എന്ന് വിചാരിച്ച് അഗ്നിധരൻ തപസ് ചെയ്യാനായിട്ട് കാട്ടിലേക്ക് പോയി ഇത്രേ. പക്ഷെ കുട്ടിക്കാലത്ത് ഈശ്വരാരാധന ചെയ്തിട്ടില്ലെങ്കിൽ യുവാവായിട്ട് ഈശ്വരാരാധന ചെയ്യാൻ പുറപ്പെട്ടാൽ വേണ്ട പോലെ ചെയ്യാൻ പറ്റില്ല. അഗ്നിധരൻ കാട്ടിൽ പോയിട്ട് തപസ് ചെയ്യാൻ വേണ്ടി കണ്ണടച്ചിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് ഒരു പാദസരത്തിന്റെ കിഴക്കം കേട്ടത്. കണ്ടു തുറന്ന് നോക്കി. തപസ് ചെയ്യാൻ പോയാൽ പാദസരത്തിന്റെ കിഴക്കം കേട്ടാൽ കണ്ടു തുറന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ? അഗ്നിധരൻ നോക്കിയ സമയത്ത് ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഇങ്ങനെ പൂ പറക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ മനസ്സിലായി. വീണ്ടും തപസ് തുടരണ്ടേ? ഇല്ല. പിന്നെ ആ പെൺകുട്ടിയുടെ പിന്നാലെയാ പോയത്രേ. ബ്രഹ്മാവിന്റെ സദസ്സിലെ നർത്തകിയായിരുന്ന പൂവചിത്തിയായിരുന്നു അത്. വേഗം പൂവചിത്തിയുടെ അടുത്ത് വന്നിട്ട്, നീ എന്താ അവിടെ വന്നത്? ഞാൻ ബ്രഹ്മലോകത്തെ നർത്തകിയാണ്, കുറച്ച് ബ്രഹ്മലോകത്തേക്ക് പൂജയ്ക്ക് പൂ പറക്കാൻ വന്നതാ. എന്തേ? ബ്രഹ്മലോകത്താണെങ്കിലും പൂജ നടത്തണമെങ്കിൽ പൂവ് എവിടുന്ന് കൊണ്ടുപോകണം? ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകണം.
ഭൂമിയെ ഉള്ളൂ എന്ന് വേണമെങ്കിലും, അതുകൊണ്ട് വിശേഷിച്ചും ഭൂലോകം 14 ഉത്തമമെന്നല്ലോ. നല്ലതായിട്ട് എന്ത് വേണമെങ്കിലും ഭൂമിയിൽ നിന്നും അത്രേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വേറെ ലോകത്ത് ഒന്നുമില്ലേ. ബ്രഹ്മലോകത്താണ് അവര് പൂർവ്വജിക്ക് പൂ കുറയ്ക്കാൻ കടാ വന്നിട്ടുള്ളത് പൂജയ്ക്ക്. വേഗം അവര് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് കൊട്ടാരത്തിലേക്ക് വന്നു. അപ്പൊ തപസ്സൊന്നും ഉണ്ടായില്ല. ഒരു സുന്ദരിയെ പെൺകുട്ടി കിട്ടിയപ്പോ അവളെ കല്യാണം കഴിച്ചിട്ട് പോന്നു. ഇതാണ് ചെറുപ്പത്തിൽ ഈശ്വരാരാധന ചെയ്യാൻ പുറപ്പെട്ടില്ലെങ്കിൽ, ചെറുപ്പത്തിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ ഈശ്വരാരാധനയ്ക്ക് പഠിപ്പിച്ചില്ല വിചാരിക്കുക. കുറച്ച് യുവാവൊക്കെ ആവുന്ന സമയത്ത് മകന് ജോലി ഒന്നും ശരിയാവണില്ല, ജോലിയൊക്കെ ആയിട്ട് വേണം ഒന്ന് കല്യാണം കഴിപ്പിക്കാൻ. ഞാൻ ജ്യോത്സ്യന്റെ അടുത്ത് പോവുക. ജ്യോത്സ്യന്റെ അടുത്തേക്ക് പോയിട്ട് ജ്യോത്സ്യൻ ഒക്കെ നോക്കിയിട്ട് പറഞ്ഞോതേ, ഭഗവാനെ ഒന്ന് ഒരാഴ്ച തൊഴുതോട്ടെ, തൊഴുത്ത് നെയ്വിളക്ക് വെച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു. നേരിട്ട് മോൻ വന്നൊന്നുമില്ല. അമ്മ പറഞ്ഞു അവിടെ നെയ്യാറ്റിൻകര കൃഷ്ണൻ പോയിട്ട് 7 ദിവസം നെയ്വിളക്ക് വെക്കാട്ടോ. ഓ ആയിക്കോട്ടെ. അവിടെ ചെന്നിട്ട് അന്വേഷിക്കുക, അത് എവിടെയാ നെയ്വിളക്ക് കിട്ടുക. എന്റെ ഇതുവരെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ടില്ല അമ്മേ, ഇതുവരെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ടില്ല. നെയ്വിളക്ക് കിട്ടുക എവിടെയാ അന്വേഷിച്ചു. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അവിടെ നിന്നോടൊപ്പം ഷീറ്റൊക്കെ ആക്കി നെയ്വിളക്ക് വാങ്ങി നെയ്വിളക്ക് കൊണ്ടുപോവുക. അപ്പൊ എവിടെയാ കൊണ്ടുവെക്കേണ്ടത് അറിയില്ല. എന്നേവരെ അമ്മ അങ്ങോട്ട് കൂടെ കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ നെയ്വിളക്ക് വിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ ചെറുപ്പത്തിൽ ചെയ്യിപ്പിക്കേണ്ടതാണേ. ഇത് കല്യാണം ശരിയാവില്ല, ജോലി ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ ജ്യോത്സ്യം പറഞ്ഞപ്പോഴാണ് ചെയ്യാൻ പുറപ്പെടുന്നത്. അമ്മ കൂടെ പോയിട്ട് തിരക്കടില്ല. ഇത് നെയ്വിളക്ക് എടുത്ത കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ പോവുക. എന്നിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടി എവിടെയെന്നാ കത്തിക്ക് എവിടെയാ വെക്കേണ്ടത് നോക്കി നടക്കുമ്പോഴാണ് ഒരു സുന്ദരിയായ പെൺകുട്ടി അവിടെ തൊട്ട് പരിശ്രമിക്കുന്നത് കണ്ടത്. നെയ്വിളക്കൊക്കെ അവിടെ വെച്ച് പിന്നെ ആ കുട്ടിയെ നോക്കുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ ശ്രീകോവിലിരിക്കുന്ന ഭഗവാനല്ലേ കാണേണ്ടത്. അവസാനം ആരോ പറഞ്ഞതേ ആ വിളക്ക് കത്തിച്ചിട്ട് അവിടെ വെക്കൂ എന്ന് പറഞ്ഞപ്പോ വിളക്ക് കത്തിക്കുമ്പോ നോക്കണം ശ്രീകോവിലെ കൃഷ്ണനല്ല തോന്നുന്ന പെൺകുട്ടിയെ. എന്തേ ശ്രീകോവില് അമ്പലത്തിൽ തൊഴാൻ പോയാൽ എവിടെയാ നോക്കേണ്ടതെന്ന് പോലും അറിയില്ല. എന്റെ ചെറുപ്പത്തിൽ ശീലിപ്പിച്ചിട്ടില്ല. കുഞ്ഞനമ്പ്യാര് ഭംഗിയായിട്ട് പറഞ്ഞു തന്നു, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം. ചെറുപ്പകാലത്ത് എന്താണോ ശീലിച്ചത് അതെല്ലാ കാലത്തും കൂടെ ഉണ്ടാവും, അത് മാറില്ല. അല്ലെ, അഗ്നിധരൻ കൊട്ടാരത്തില് കുട്ടിക്കാലത്ത് സുഖസൗകര്യങ്ങൾ അനുഭവിച്ചാ ജീവിച്ചത്. അതുകൊണ്ട് തപസ് ചെയ്യാൻ പോയിട്ട് തപസ്സിൽ ശ്രദ്ധ കിട്ടിയില്ല. ഒരു സുന്ദരിയെ കണ്ടപ്പോ അവളെ കല്യാണം കഴിച്ചു വരിക ഉണ്ടായത്. എപ്പോഴും ആ സുന്ദരിയുടെ കൂടെ 9 ആൺകുട്ടികൾ ഉണ്ടായി. ഇത്ര അവിടെ നാഭി, കിംപുരുഷൻ, ഹരിവർഷൻ, ഇളാവൃതൻ, രമ്യകൻ, കേതുമാലൻ, ഭദ്രാശ്വൻ എന്നൊക്കെ തുടങ്ങിയിട്ട് 9 ആൺകുട്ടികള്. ഈ 9 ആൺകുട്ടികള് അവിടെ അങ്ങനെ വളർന്നു വരണം അഗ്നിധരന്റെ മക്കളായിട്ട്. ഈ അഗ്നിധരന് എപ്പോഴും ഇഷ്ടം ഈ ഭാര്യയുടെ കൂടെ അങ്ങനെ ഇരിക്കാനാണ്. അദ്ദേഹത്തിന് അതിന് സൗകര്യം കിട്ടുന്നുമില്ല. കാരണം 9 കുട്ടികളുണ്ട്, ഏതെങ്കിലും ഒരു കുട്ടി എപ്പോഴും കൂടെ ഉണ്ടാവും. ഒന്നാമത്തെ കുട്ടി വന്ന് അച്ഛൻ്റെ അമ്മയുടെ ഇടയിലിരിക്കും. അതെ, നീ അവിടെ പോയി കുറച്ച് പണിക്ക് വരുന്ന ഒന്നാമത്തെ കുട്ടിയെ പണിക്ക് പറഞ്ഞു കഴിയുമ്പോഴേക്കും രണ്ടാമത്തെ കുട്ടി വന്നിരിക്കും. രണ്ടാമത്തെ കുട്ടിയുടെ അവിടെ പോയി കുറച്ച് പഠിക്കൂ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ കുട്ടി വന്നിരിക്കും. ഇങ്ങനെ 9 കുട്ടികളെയും ഓരോ പണിക്ക് പറഞ്ഞേക്കുമ്പോഴേക്കും ആദ്യത്തെ കുട്ടി അച്ഛാ പണിക്ക് കഴിഞ്ഞു കേട്ടോ പറഞ്ഞ് വീണ്ടും അച്ഛൻ്റെ വഴിയിൽ വന്നിരിക്കും. അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടൊന്ന് സല്ലപിക്കാൻ പോലും സമയം കിട്ടണില്ല. ഈ കുട്ടികളെ സമ്മതിക്കുന്നില്ല, ഏകാന്തതയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അവസാനം പൂർവ്വജിത്തി പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, എന്റെ ലോകത്തേക്ക് പോരും, അവിടെ ആരും ശല്യം ചെയ്യാൻ പറ്റില്ല. അവസാനം 9 കുട്ടികൾക്കും ഈ ജംബൂദ്വീപിനെ 9 ഭാഗങ്ങളാക്കി ഭാഗിച്ച് അതിന്റെ ചുമതല ഏൽപ്പിച്ച് പൂർവ്വജിത്തിയുടെ കൂടെ അഗ്നിധരൻ അപ്സരസ്സുകളുടെ ലോകത്തേക്ക് പോയി എന്നാ പറഞ്ഞത്. പിന്നെ ജംബൂദ്വീപിനെ ഭരിച്ചത് ഈ 9 പേരാ. തെക്കേ അറ്റത്തുള്ള പ്രദേശം നാഭി എന്ന മകനാണ് ഭരിച്ചത്. ആ പ്രദേശം അജനാഭം എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അതിന്റെ വടക്ക് ഭാഗം കിംപുരുഷൻ എന്ന മകനെ ഏൽപ്പിച്ചു. ആ കിംപുരുഷൻ അവിടെ ഭരിക്കണം. അതിന്റെ വടക്ക് ഭാഗം ഹരി എന്ന മകനെ ഏൽപ്പിച്ചു. അതിന്റെ വടക്ക് ഭാഗം എന്ന് പറയുമ്പോഴേക്കും നേരെ സെന്ററായി നടുഭാഗം ജംബൂദ്വീപിന്റെ. അത് ഇളാവൃതൻ എന്ന മകനെ ഏൽപ്പിച്ചു. അതിന്റെയും വടക്ക് ഭാഗത്ത് രമ്യകൻ എന്ന മകനെ ഏൽപ്പിച്ചു. അതിന്റെയും വടക്ക് ഭാഗം ഹിരൺമയൻ എന്ന മകനെ, ഏറ്റവും വടക്ക് ഭാഗം കുരു എന്ന മകനെ. ഇങ്ങനെ തെക്കുന്ന വടക്ക് അറ്റം വരെ ഏഷ്യാഭൂഖണ്ഡത്തെ 7 പേര് ഭരിച്ചു. അപ്പൊ കിഴക്കും പടിഞ്ഞാറും കുറേശ്ശെ പ്രദേശമുണ്ട്. കിഴക്ക് ഭാഗം ഭദ്രാശ്വൻ എന്ന മകനെ ഏൽപ്പിച്ചു. പടിഞ്ഞാറ് ഭാഗം കേതുമാലൻ എന്ന മകനെ ഏൽപ്പിച്ചു. ഇങ്ങനെ 9 പേര് അഗ്നിധരന്റെ പുത്രന്മാര് ഈ ജംബൂദ്വീപിനെ ഭരിച്ചു എന്ന് പറയാം.
അതിൽ മൂത്തപുത്രനായിട്ടുള്ള നാഭിയാണ് തെക്കേയറ്റം ഭരിച്ചത്. ആ പ്രദേശം അജനാഭം എന്ന് അറിയപ്പെടുന്നു. നാഭി മഹാരാജാവ് കല്യാണമൊക്കെ കഴിച്ചു, മേരുദേവിയെ വിവാഹം കഴിച്ചു, കുട്ടികൾ ഉണ്ടാവാൻ ലേശം താമസിച്ചു. ഒരു യാഗം നടത്തിയിട്ടേ. ആ യാഗത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോ എന്ത് വരാൻ വേണ്ടത് ചോദിച്ചപ്പോ ഭഗവാന് മുമ്പരട് കണ്ടപ്പോ നാഭിക്കൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല. ഭഗവാൻ മുമ്പരട് പ്രത്യക്ഷപ്പെടുന്നു വിചാരിച്ചിട്ടില്ല. പണ്ട് ശ്രീരാമചന്ദ്രന്റെയും ഒക്കെ കാലത്ത് ഓരോ പഴം കൊടുക്കുക, പായസം കൊടുക്കുക, അതൊക്കെ ഉണ്ടായത്. ഇത് പഴവും പായസമൊന്നുമല്ല, നേരിട്ട് പ്രത്യക്ഷപ്പെടുക ഉണ്ടായത് ഭഗവാനെ. ഒന്നും ഉണ്ടാൻ പറ്റില്ലേ, അങ്ങനെ തൊഴുതു നിൽക്കുക. നാഗമഹാരാജാവേ എന്താ വേണ്ടത് ചോദിക്കൂ, യാഗത്തിൽ സന്തോഷിച്ച് ഞാൻ വന്നിരിക്കുകയാണ്. അവസാനം യാഗം ചെയ്യുന്ന ഋത്തുക്കൾ പറഞ്ഞു അത്രേ, രാജാവിന് അങ്ങേപ്പോലൊരു മകൻ ഉണ്ടാവണം. ഭഗവാൻ പറഞ്ഞു എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആളില്ല. ഇതരദശ രണ്ടാമതൊരാളില്ല ഭഗവാനെ പോലെ, അങ്ങേപ്പോലെ എന്ന് പറയാൻ ഞാൻ തന്നെ മകനായിട്ട് വരാം എന്ന് പറഞ്ഞു. ആ നാഭി മഹാരാജാവിന് മേരുദേവിയിൽ ഭഗവാൻ അവതരിച്ചതാണ്. ഋഷഭൻ എന്നുള്ള പേരിൽ ഭഗവാൻ അവതരിച്ചു. ആ ഋഷഭദേവൻ വളർന്നു വരുമ്പോ തന്നെ എല്ലാ യോഗ്യതകളും ഉള്ള മകനായി മാറി. ഋഷഭദേവന്റെ സ്വഭാവം കണ്ട് ജനങ്ങളൊക്കെ ആഗ്രഹിച്ചു അത്രേ ഈ ഋഷഭദേവന്റെ ഭരണത്തിൽ കഴിയണം. രാജകുമാരനായിരിക്കുമ്പോ തന്നെ രാജ്യത്തിന് ഇത്രയും ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഋഷഭകുമാരൻ രാജാവായാൽ ഈ രാജ്യം എത്ര കേമാവും. ജനങ്ങൾ മുഴുവൻ ആഗ്രഹിച്ചു ഋഷഭദേവൻ രാജാവാവണമെന്ന്. ഇത് മനസ്സിലാക്കിയ നാഭി എന്ത് ചെയ്തു, വേഗം രാജ്യം ഉപേക്ഷിച്ചു. ഋഷഭദേവനെ രാജാവാക്കി അദ്ദേഹം കാട്ടിലേക്ക് പോയി. കുറച്ചു മുമ്പ് നമ്മളൊരു കഥ കേട്ടു. വേനൻ എന്ന ദുഷ്ടനായ മകന്റെ ദുഷ്പ്രവൃത്തി സഹിക്കവയ്യാണ്ട് കാട്ടിലേക്ക് ഈശ്വരനെ ആരാധിക്കാൻ പോയ അങ്കന്റെ കഥ. ഇവിടെയോ ഋഷഭദേവൻ എന്ന സദ്ഗുണസമ്പന്നനായ മകന്റെ ആ പ്രവൃത്തി കൊണ്ട് മകനെ രാജ്യമേൽപ്പിച്ച് ഈശ്വരാരാധനയ്ക്ക് പോയ നാഭിയുടെ കഥ. അപ്പോ മക്കൾ നന്നായി അല്ലെങ്കിൽ ചീത്തയായി എന്നുള്ളതൊന്നും അല്ല കാര്യം, നമ്മൾക്ക് ഈശ്വരാരാധന ചെയ്യാൻ എപ്പോ അവസരം ഉണ്ടായി എന്നുള്ളതാണ്. മക്കൾ നേരെയായാലും മക്കൾ ചീത്തയായാലും നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മൾക്ക് ഗുണം ഉണ്ടാവണമെങ്കിൽ നമ്മൾ തന്നെ ഈശ്വരാരാധന ചെയ്യണം. ചില അമ്മമാരൊക്കെ പറയാറുണ്ട് മക്കൾ കഴിച്ചാൽ മതി അമ്മയ്ക്ക് വിശപ്പ് മാറുമെന്ന്. വെറുതെ പറയുക, മക്കൾ ഭക്ഷണം കഴിച്ചാൽ അമ്മയ്ക്ക് വിശപ്പ് മാറുമോ? ഒരു നേരമൊക്കെ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞോന്ന് വരും. അവർ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് സന്തോഷിച്ചിട്ട് വിശപ്പ് മാറും. അതെ, 4 ദിവസം അരി കുറച്ചിട്ടാൽ മതി കേട്ടോ, അമ്മയ്ക്ക് വേണ്ട, നമ്മൾ ഇങ്ങനെ കണ്ടാ പോരെ, സമ്മതിക്കുക അമ്മ. ഒരു നേരമൊക്കെ അമ്മ പറയുന്നില്ലേ, ചോറ് കുറച്ചുകൂടി വേണം അമ്മയെന്ന് പറഞ്ഞാൽ മക്കൾ കഴിച്ചോളൂ. അമ്മയ്ക്ക് വേണ്ട, വിശപ്പില്ല. ഒരു നേരമൊക്കെ പറയും, തട്ടിപ്പാന്നാ, വെറുതെ പറയുകയാണ്, മക്കൾ കഴിച്ചാൽ വിഷ്ണു മാറുമൊന്നുമില്ല. ഒരു നേരമൊക്കെ, കാരണം എന്താ, ആ ഒരു നേരം അമ്മയുടെ മനസ്സിന്റെ ആ ഒരു നൈർമല്യം കൊണ്ട് അമ്മ പറയുന്നതാണ്, വിഷ്ണു പറയിട്ടൊന്നുമില്ല. ആ അമ്മയ്ക്ക് കുറച്ച് ചോറ് ഇരിക്കട്ടുള്ള അവിടെ, അല്ലെങ്കിൽ രാവിലത്തെ ഇതിൽ ഇരിക്കട്ടുള്ള അവിടെ നാമ പറയാണ്, അത് കഴിച്ചോളാം. വിഷ്ണുണ്ട് അമ്മയ്ക്ക്. മക്കളോടുള്ള ഒരു വാത്സല്യം കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, കാരണം വിഷ്ണു മാറുമൊന്നുമില്ല. അവരവര് ചെയ്ത കർമ്മം മാത്രമേ അവരവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാണ്ട് വേറെ അടുത്തും സഹായിക്കാനൊന്നും നമ്മളെ സഹായിക്കാൻ സാധിക്കില്ല. ഇവിടെ മകനായ ഋഷഭദേവന്റെ സദ്ഗുണത്തിൽ സന്തോഷിച്ചിട്ട് മകനെ രാജാവാക്കി, ഋഷഭദേവനെ രാജാവാക്കി നാഭി തപസ്സനായിട്ട് പോയി. ഋഷഭദേവന്റെ രാജ്യഭരണകാലത്ത് അജനാഭം സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠമായിട്ട് മാറി. സ്വർഗവാസികൾ പോലും സ്വർഗം വിട്ട് അജനാഭത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കാത്രേ. ദേവേന്ദ്രൻ ഒരു ദിവസം നോക്കുമ്പോ ദേവലോകത്ത് പല ദേവന്മാരും ഇല്ല. പോയി എല്ലാവരും ആരെയും കാണാനില്ലല്ലോ. നോക്കുമ്പോ എല്ലാവരുടെയും ആ ഹാജർപട്ടിക എടുത്ത് നോക്കുമ്പോ അവിടെ ലീവ് എഴുതി വെച്ചിട്ടുണ്ട്. അതിന് കാരണം കൂടി എഴുതി കാണിക്കണം അവിടെ എങ്ങടാ പോണത് എന്നുള്ളത്. നോക്കുമ്പോ അജനാഭത്തിൽ പോയിട്ട് വരാം. നോക്കുമ്പോ എല്ലാവരും ലീവ് എടുത്തവരൊക്കെ അജനാഭത്തിലേക്ക. അപ്പൊ എന്താ ഈ അജനാഭത്തിൽ ഇത്ര വലിയ പ്രത്യേകത എന്ന് നോക്കുമ്പോ സ്വർഗത്തെക്കാൾ സുഖാണ് അത്ര അവിടെ. ഭരണം നേരെയായാൽ അവിടെയുള്ള ജനങ്ങൾക്ക് സ്വർഗത്തെക്കാൾ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഭരണം അപകടകരമാകുമ്പോഴേ ജനങ്ങൾക്ക് നിവൃത്തിയില്ലാണ്ട് വരുള്ളൂ. അവിടെ ഋഷഭദേവന്റെ ഭരണത്തില് ഇത്ര ഐശ്വര്യം അജനാഭത്തിൽ കണ്ടപ്പോ ദേവേന്ദ്രൻ വിചാരിച്ചു സ്വർഗത്തെക്കാൾ ഐശ്വര്യം അത് വേണ്ട എന്ന് വിചാരിച്ച് അജനാഭത്തിന് മഴ പെയ്യിച്ചില്ല. മഴ പെയ്താലല്ലേ കൃഷി വിഭവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതില്ലാണ്ടായാൽ പട്ടിണി വന്നോളും. പട്ടിണി വന്നാൽ ഐശ്വര്യം കുറഞ്ഞോളും.
മഴ പെയ്യിച്ചില്ല. പക്ഷെ ഋഷഭദേവൻ ഈശ്വരന്റെ അവതാരാണ്. ഋഷഭദേവൻ തന്റെ യോഗശക്തി കൊണ്ട് മഴ പെയ്യിച്ചു. അതോടുകൂടി ഐശ്വര്യം 10 മടങ്ങ് വർദ്ധിക്കാൻ തുടങ്ങി. ദേവേന്ദ്രന്റെ മഴയാകുമ്പോൾ പെയ്യാൻ തുടങ്ങിയാൽ പിന്നെ വെള്ളപ്പൊക്കാവും. പെയ്യൽ നിർത്തിയാലോ കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയാവും. ഋഷഭദേവന്റെ മഴ അങ്ങനെയല്ല. ആവശ്യമുള്ള സ്ഥലത്ത്, ആവശ്യമുള്ള സമയത്ത്, ആവശ്യമുള്ള അളവിലേ മഴ പെയ്യുള്ളൂ. പാകത്തേ പെയ്യുള്ളൂ. ഇപ്പുറത്തെ പറമ്പില് വിത്ത് വിതച്ചിട്ടുണ്ട്. ഇവിടെ കുറേശ്ശെ മഴയും വീഴുള്ളൂ. ഇപ്പുറത്തോ ഇവിടെ നല്ല വിളവായിട്ടുള്ള തെങ്ങുകളാണ്. അപ്പൊ തെങ്ങിന് ഇങ്ങനെ കുറേശ്ശെ വെള്ളം കിട്ടിയാൽ പോലെ തെങ്ങിന് ധാരാളം വെള്ളം വേണം. ഇപ്പുറത്തെ പറമ്പില് നല്ലോണം വെള്ളം തെങ്ങിന് ആവശ്യമെടുത്തോളം. അപ്പുറത്ത് വിത്ത് കുഴിച്ചിട്ടുള്ളത് കുറേശ്ശെ. കാരണം അവിടെ ഒന്നിച്ച് മഴ പെയ്താൽ ആ മണ്ണോ വിത്തും ഒക്കെ ഒലിച്ചു പോകും. അപ്പൊ ഓരോരോ ദിക്കിലും ആവശ്യമുള്ള രീതിയിൽ മഴ പെയ്യിച്ചു ഋഷഭദേവൻ. ഇന്ദ്രന് മനസ്സിലായി ഋഷഭദേവനോട് കളി നടക്കില്ല എന്നുള്ളത്. ഋഷഭദേവനുമായിട്ടൊരു സൗഹൃദം വേണമെന്ന് ആഗ്രഹിച്ച് ഇന്ദ്രൻ തന്റെ വളർത്തുമകളായിട്ടുള്ള ജയന്തിയെ ഋഷഭദേവന് വിവാഹം ചെയ്തു കൊടുത്തു. ആ ഋഷഭദേവന് ജയന്തിയില് 100 മക്കളുണ്ടായി എന്നാണ് പറഞ്ഞത്. അതിൽ 81 പേര് ബ്രാഹ്മണരായിട്ട് ജീവിച്ചു എന്നാണ്. അവര് ജനിച്ചത് ക്ഷത്രിയന്മാരായിട്ടാണ്. പക്ഷെ കർമ്മം കൊണ്ടവര് ബ്രാഹ്മണരായിട്ട് ജീവിച്ചു, ബ്രഹ്മജ്ഞാനം നേടി. അത് അവരുടെ ആഗ്രഹമായിരുന്നു. ബ്രാഹ്മണരായിട്ടാണ് ജീവിക്കേണ്ടത് എന്ന്. 9 പേര് തപസ് ചെയ്ത് യോഗീശ്വരന്മാരായിട്ട് മാറി. അവരാണ് നവയോഗികള്. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, വിപ്രായനൻ, ആഗ്രഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജൻ. 9 പേര്. ഇവര് കേരളത്തിലൊക്കെ വന്നവരാണ്. ഈ നവയോഗികള്. ഈ നവയോഗികള് നിമി മഹാരാജാവിന് കൊടുക്കുന്ന ഉപദേശമൊക്കെ ഏകാദശ സ്കന്ധത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ 81 പേര് ബ്രാഹ്മണര്, 9 പേര് യോഗീശ്വരന്മാര്. അപ്പൊ 90 ബാക്കി 10 പേരുണ്ട്. അവരിൽ മൂത്ത മകനാണ് ഭരതൻ. ഭരതൻ ഋഷഭദേവന് ശേഷം ഈ അരുണാഭത്തിന്റെ ചക്രവർത്തിയായിട്ട് മാറി. ഋഷഭദേവന്റെ ബാക്കിയുള്ള 9 പുത്രന്മാര് ഭരതനെ ഭരണത്തിൽ സഹായിക്കാൻ തയ്യാറായി. അങ്ങനെ മക്കൾക്കൊക്കെ വേണ്ട ചുമതല ഏൽപ്പിച്ചു കൊടുത്ത് മക്കളെയും തന്റെ നാട്ടിലെ യുവാക്കളെയും ഒരുമിച്ച് വിളിച്ചിട്ട് ഋഷഭദേവൻ അവർക്ക് ഉപദേശം കൊടുത്തു എന്നാ പറഞ്ഞത്. നായം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാൻ അർഹതേ വിഭുജാം യേ തപോദിവ്യം പുത്രകായേന സത്വം ശുദ്ധിൽ യസ്മാൽ ബ്രഹ്മസൗഖ്യം തു അനന്തം. ഋഷഭദേവൻ വിളിക്കുകയാണ്, മക്കളെയും വിളിക്കുക. തന്റെ മക്കളെ മാത്രമല്ല, തന്റെ നാട്ടിലെ യുവാക്കളെയും, തന്റെ നാട്ടിലെ എല്ലാവരെയും രാജാവ് മക്കളെ പോലെ പരിപാലിക്കണം. ആ ഋഷഭദേവന്റെ ഉപദേശം, കുട്ടികളെ, മനുഷ്യനായിട്ട് ജന്മം കിട്ടിയത് കഷ്ടങ്ങളായ കാമങ്ങള് അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയുക. താൽക്കാലിക സുഖം അനുഭവിക്കാനല്ല മനുഷ്യജന്മം. താൽക്കാലിക സുഖം അനുഭവിക്കാനാണെങ്കിൽ മനുഷ്യനാവണ്ട. ഈ മൃഗങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് താൽക്കാലിക സുഖം. ഏതൊക്കെ ഈ താൽക്കാലിക സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം, നീഹാരം, നിദ്ര, മൈഥുനം. ഇത് 4മാണ് താൽക്കാലിക സുഖങ്ങൾ. ആഹാരം കഴിക്കുക, നമ്മൾ മാത്രമേ കഴിക്കണുള്ളൂ. പൂച്ചയും നായിയും പശുവും പുഴുവും ഉറുമ്പും ചെറിയ ഉറുമ്പുകളും ഈച്ചകളൊക്കെ കഴിക്കുന്നുണ്ട് ആഹാരം. നീഹാരം എന്ന് പറഞ്ഞാൽ വിസർജനം ഈ ജീവജാലങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിദ്ര, ഉറക്കം, അതും സകല ജീവജാലങ്ങൾക്കും ഉണ്ട്. മൈഥുനം, അടുത്ത പരമ്പരയുണ്ടാവുക, അതും ഈ ജീവജാലങ്ങൾക്കൊക്കെ ഉണ്ട്. ഇതിനാണ് ജീവിക്കണത് എന്നുണ്ടെങ്കിൽ മനുഷ്യനാവേണ്ട ആവശ്യമില്ല. ഏത് ജീവിയായാലും ഇതൊക്കെ നടക്കും. മനുഷ്യനാവണത് എന്തിനാ? ബ്രഹ്മസൗഖ്യം തു അനന്തം. അനന്തമായ ബ്രഹ്മസൗഖ്യത്തിന് വേണ്ടിയിട്ട്. ബാക്കി 4നും താൽക്കാലിക സുഖമുള്ളൂ. രാവിലെ ആഹാരം കഴിച്ചാൽ ഉച്ചയാകുമ്പോഴേക്ക് വേണം, ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചാൽ വൈകുന്നേരം വീണ്ടും വേണം. വിസർജനം അങ്ങനെ തന്നെയാണ്, താൽക്കാലിക സുഖമുള്ളൂ. ഇന്നിപ്പോ രാവിലെ മൂത്രമൊഴിച്ചതാ, ഇനിയിപ്പോ ഒരാഴ്ചക്ക് മൂത്രമൊഴിക്കേണ്ട ആവശ്യമില്ല. കാണാൻ പറ്റൂ? കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒന്ന് മൂത്രമൊഴിച്ച് കാല് കഴുകി വരാം എന്ന് പറയും. ഇതൊക്കെ താൽക്കാലികം മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ആവശ്യമുള്ളതാണ്. ഉറക്കം, ഇന്നലെ ഉറങ്ങിയതാണ്. എന്നാ പിന്നെ ഇന്നിപ്പോ രാത്രി സപ്താഹം നിർത്തണ്ട, രാത്രി കൂടി കഥ പറഞ്ഞിരുന്നാലോ? രാത്രി ആവണ്ട, ഉച്ചയ്ക്ക് ഊണ് ചെയ്യാൻ തന്നെ ഉറക്കാൻ വരുന്നു അല്ലേ? അപ്പൊ രാത്രി മുഴുവൻ ഉറങ്ങിയതല്ലേ? എന്തേ? കുറച്ചു നേരെ അതിന്റെ സുഖമുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും ഉറക്കം വീണ്ടും വരും. എല്ലാം ശരീരം കൊണ്ട് അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ താൽക്കാലികമാണ്.
അപ്പൊ ഏറ്റവും കേമമായിട്ടുള്ള സുഖം ഏതാ? ബ്രഹ്മസൗഖ്യം. ഈശ്വരനെ ആരാധിച്ച് കിട്ടുന്ന സുഖമാണ് ഏറ്റവും കേമമായിട്ടുള്ളത്. ആ ഈശ്വരനെ ആരാധിച്ചിട്ടുള്ള സുഖം മനുഷ്യജന്മത്തിലേ കിട്ടാൻ പറ്റുള്ളൂ. എന്ത് വേണം? ഭഗവാന്റെ കഥകൾ കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കണം. കഥ പറയുന്നവരുടെ അടുത്ത് പോയിട്ട് കഥ കേൾക്കുക. ഭഗവാന്റെ കഥ പഠിക്കാനുള്ള സാഹചര്യം എന്താ നോക്കുക. ഒന്നുകിൽ കഥ കേൾക്കുക, അല്ലെങ്കിൽ ഭഗവത് കഥ ഈശ്വര കാര്യങ്ങൾക്ക് പോവാൻ. അച്ഛനും അമ്മയാണെങ്കിൽ മക്കളെയും കൊണ്ടുവേണം ഈശ്വര കാര്യങ്ങൾക്ക് പോവാൻ വേണ്ടിയിട്ട്. മക്കളെ അവിടെ വീട്ടിൽ നിർത്തിയത് എങ്കിലും ഇവിടെ നിന്നോട് പഠിച്ചോളൂ കേട്ടോ, അമ്മ പോയി അമ്പലത്തിക്ക് പോയി വരാം എന്ന് പറഞ്ഞ അമ്മയല്ല എന്നാ പറഞ്ഞത്. അമ്മയാവണം എന്നുണ്ടെങ്കിൽ മക്കളെ വീട്ടിലിരുത്തിയിട്ടാണ് പോണ്ടത് അമ്പലത്തിലേക്ക്. അമ്പലത്തിലേക്ക് പോയിട്ട് മക്കളെ മുമ്പിൽ നടത്തണം. അമ്മ മുമ്പിൽ നടന്നിട്ട് അല്ലെങ്കിൽ അച്ഛൻ മുമ്പിൽ നടന്നിട്ട് പിന്നാലെ വന്നോളൂ എന്നല്ല പറയേണ്ടത്. കുട്ടികളെ എങ്ങനെ ഈശ്വരന്റെ അടുത്തേക്ക് കൊണ്ടുവരണം? എടുക്കേണ്ട പ്രായത്തിൽ അമ്മയും നടക്കേണ്ട പ്രായത്തിൽ അച്ഛനും വേണം കൊണ്ടുപോകാനായിട്ട്. ഏതാണ്ട് കൈ പിടിച്ച് നടക്കാറായ മുതൽ അച്ഛനും കൊണ്ടുപോകാമെന്നാ പറഞ്ഞു. കൊണ്ടുപോയിട്ടില്ലേ അച്ഛന്മാരൊക്കെ കുട്ടികളെ? ദിവസം കൊണ്ടുപോകാറുണ്ടോ അതോ ആഴ്ചയിൽ കൊണ്ടുപോകാറുണ്ടോ? നിങ്ങള് അമ്പലത്തിലേക്ക് ദിവസവും അടുത്തുള്ള ഭഗവാനെ പോയിട്ട് തൊഴുക, ആഴ്ചയിൽ കുറച്ച് ദൂരെയുള്ള ഭഗവാനെ പോയിട്ട് തൊഴുക. എവിടേക്ക് ആകുമ്പോ ആഴ്ചയിൽ പോയിട്ട് ശ്രീപത്മനാഭനെ തൊടാം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുട്ടികളെ കൊണ്ട് പോയിട്ടുണ്ടോ? എപ്പോ? കുറെ വലുതായിട്ടല്ല, ചെറിയ കുട്ടിയായിട്ട് 1 വയസ്സ് കഴിഞ്ഞാൽ തന്നെ കൊണ്ടുപോകണം. അടുത്തുള്ള മഹാക്ഷേത്രത്തിലും മാസത്തിലും പരിസരത്ത് കുറച്ച് അകലെയുള്ള ക്ഷേത്രത്തിൽ ആഴ്ചയിലും പരിസരത്തുള്ള അമ്പലത്തിൽ എന്നും കൊണ്ടുപോകണം. എന്നും കൊണ്ടുപോയി. ഏറ്റവും പരിസരത്തുള്ള അമ്പലം എന്ന് പറഞ്ഞാൽ ഏതാ? അവനവന്റെ വീട്ടിലെ പൂജാമുറി തന്നെ. പൂജാമുറി അമ്പലമായിട്ട് കരുതിയിട്ടില്ലേ? അവിടെ ഇരുന്നിട്ടെങ്കിലും എന്നും പ്രാർത്ഥിക്കണം. കുട്ടികളെ ഇരുത്തി നാമം ചെല്ലിപ്പിക്കണം. മടിയിൽ കിടത്തേണ്ട പ്രായമാണെങ്കിൽ മടിയിൽ കിടത്തി നാമം ചെല്ലണം. ഇരുത്തേണ്ട പ്രായമാണെങ്കിൽ ഇരുത്തിയിട്ട്, അടുത്തിരുത്തേണ്ട പ്രായം അടുത്തിരുത്തിയിട്ട്, ഒറ്റയ്ക്കിരുന്ന് നാമം ചെല്ലാൻ പ്രായമായാൽ ഒറ്റയ്ക്കിരുത്തി നാമം ജപിപ്പിക്കണം. 2 സന്ധ്യയ്ക്കും ഉദയസമയത്തും വേണം, അസ്തമയ സമയത്തും വേണം. ഇത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ അച്ഛനെയും അമ്മയെയും അച്ഛനെന്നോ അമ്മ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. ഗുരുവിനെ ഗുരു എന്ന് പറയുന്നത്, ഗുരു ഈശ്വരനെ കുറിച്ച് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഗുരു എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. അച്ഛൻ അമ്മ ഒക്കെ സമുപേത മൃത്യും, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിവ് ഉണ്ടാക്കി കൊടുക്കുക. മരണത്തിന് രക്ഷപ്പെടാൻ കഴിവ് ആർക്കേ ഉള്ളൂ? രക്ഷപ്പെടുത്താൻ കഴിവ് ഈശ്വരനേ ഉള്ളൂ. അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഈശ്വരോപാസന പഠിപ്പിച്ചു കൊടുക്കാത്ത അമ്മയെ അമ്മ എന്നോ അച്ഛനെ അച്ഛനെന്നോ ബന്ധുക്കളെ എന്നോ വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുക. ഋഷഭദേവൻ തന്നെ പറഞ്ഞു കൊടുക്കണോ, ഏതെങ്കിലും മാർഗത്തിൽ ഈശ്വരനെ ആരാധിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാണ്ട് മറ്റുള്ളവർക്ക് പരമാവധി ഉപകാരം ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ജീവിക്കും വേണം. നമ്മുടെ കൂടെയുള്ളവരെ അതിന് പ്രാപ്തരാക്കുകയും വേണം. കുട്ടികൾക്കും രാജ്യത്തെ ജനങ്ങൾക്കും ഉപദേശം കൊടുത്തിട്ട് ഋഷഭദേവൻ കാട്ടിലേക്ക് പോയി. കാട്ടിലെ കൊങ്ക വെങ്ക കുടകാൻ ദക്ഷിണ കർണാടകാൻ കൊങ്ക പർവ്വതത്തില്, ഇന്നത്തെ കൊങ്കൺ റെയിൽവേ പോകുന്നതായിട്ടുള്ള പർവ്വതത്തില്, കേരളത്തിലാണ് കൊങ്കൺ റെയിൽവേ. ഇത് നമ്മൾ പറയും അയ്യോ കർണാടകയിലല്ലേ എന്നൊക്കെ ചോദിക്കും. അത് കർണാടക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ശാസ്ത്രത്തിന്റെ കണക്കേ ഉള്ളൂ, സംസ്ഥാനത്തിന്റെ അതിർത്തിയുള്ളൂ. പഴയ കണക്ക് പ്രകാരം ഇവിടുന്ന് തെക്കോട്ട് സമുദ്രം വരെ കേരളമാണ്. ഇതുവരെ കന്യാകുമാരി വരെ കേരളമാണ്. കന്യാകുമാരി തമിഴ്നാടൊന്നുമില്ല. കന്യാകുമാരി മുതൽ ഗോകർണം വരെയുണ്ട് കേരളം. ഇന്ന് മംഗലാപുരം പോലും കർണാടകയിലാന്ന് പറയും. ആ കാസർഗോഡ് നാട് പോകുമ്പോൾ അതിർത്തി ഇത് കഴിഞ്ഞാൽ കർണാടക കേട്ടോ. അതൊക്കെ കണക്കില്, നമ്മുടെ കണക്കില്, പരശുരാമന്റെ കണക്കിലുള്ള കേരളം അത് ഗോകർണം വരെയുണ്ട്. മംഗലാപുരത്ത് എത്ര ദൂരമുണ്ട് ഒരു ഗോകർണത്തില്? ഗോകർണ സമുദ്രം വരെ കേരളം തന്നെയാണ്. അപ്പൊ ആ കേരളത്തിലൂടെ സഞ്ചരിച്ച ആള് തന്നെയാണ് ഋഷഭദേവൻ. കൊങ്ക പർവ്വതങ്ങള്, സമുദ്രവും പർവ്വതവും ചേർന്നതായിട്ടുള്ള പ്രദേശമാണ് ആ കൊങ്ക പർവ്വതം. ഇതിനാ കൊങ്കൺ റെയിൽവേയിലൂടെ പോകുമ്പോ കാണാം ഒരുപാട് പർവ്വതങ്ങളുടെ മുകളിൽ കൂടെ, പർവ്വതങ്ങളുടെ ഇടയിലൂടെ, ഗുഹയിലൂടെ ഒക്കെയാണ് പോവുക. ഒക്കെ തൊട്ടടുത്ത് തന്നെ കടലുമാണ് അവിടെ. ആ കൊങ്ക പർവ്വതത്തെ വെങ്കപർവ്വതം, വെങ്കടാചലപതി ഇരിക്കുന്ന ആ പർവ്വതത്തെ, കുടകപർവ്വതത്തിലൊക്കെ സഞ്ചരിച്ചു ഇത്രേ ഋഷഭദേവൻ. എന്നിട്ട് ഒരു കാട്ടുതീ വന്നപ്പോ ആ കാട്ടുതീയിലേക്ക് തന്റെ ശരീരം ഉപേക്ഷിച്ചു പറയുക.
ഈ ഋഷഭദേവന് ശേഷം അജനാഭം ഭരിച്ചത് ഋഷഭദേവന്റെ മൂത്ത മകനായിട്ടുള്ള ഭരതനാണ്. ഈ ഭരതന്റെ ഭരണം കൊണ്ടാണ് ഈ പ്രദേശം അജനാഭം എന്നുള്ളത് മാറി ഭാരതം എന്ന് അറിയപ്പെട്ടത്. ഇന്നും ഈ പ്രദേശം ഭാരതം എന്ന് അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് കേമമായിരുന്നു ഭരതന്റെ ഭരണം. അദ്ദേഹത്തിന്റെ അവസാന കാലം കാട്ടിൽ കഴിയുമ്പോ അദ്ദേഹത്തിന് ഒരു മാൻകുട്ടിയെ എടുത്ത് വളർത്തേണ്ടി വന്നു. കാട്ടില് ചെറിയൊരു മാൻകുട്ടി വെള്ളത്തിലൂടെ ഒഴുകി വരുന്നത് കണ്ട ആ മാൻകുട്ടിയെ എടുത്ത് വളർത്തി അവസാനം മാൻകുട്ടിയെ ചിന്തിച്ചും കൊണ്ട് മരിച്ചു. ആരെ ചിന്തിച്ചിട്ടാണോ മരണം അതായിട്ടാവും അടുത്ത ജന്മം. അടുത്ത ജന്മം കാലഞ്ചപർവ്വതത്തിൽ ഒരു മാനായിട്ട് ജനിച്ചുവെന്നും ആ മാനായിട്ടുള്ള ജന്മം പുലഹമഹർഷിയുടെ ആശ്രമം വരെ നടന്നെത്തി. പുലഹമഹർഷി ചിന്തിച്ചും കൊണ്ട് ആ ജന്മവും കഴിച്ചു. ചക്രാനദിയിലേക്ക് ആ ജീവനെ ഉപേക്ഷിച്ചു. അതിനുശേഷം അങ്കിരസ ഗോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണന്റെ മകനായിട്ട് ജനിച്ചു. ആ ബ്രാഹ്മണന്റെ രണ്ടാമത്തെ ഭാര്യ ഇരട്ട പ്രസവിച്ചതാണ്. ഒരു പെൺകുട്ടി ആൺകുട്ടി. അതിൽ ആൺകുട്ടിയായിട്ട് ജനിച്ചു. ഭരതനായിരിക്കുന്ന ജന്മത്തിൽ ചെയ്ത ഈശ്വരോപാസന കൊണ്ട് തന്റെ പൂർവ്വജന്മം ഓർമ്മ വന്നു. മാന്യെ സ്നേഹിക്കുക കാരണമല്ലേ മാനായിട്ടും പിന്നീട് ഇപ്പോ ബ്രാഹ്മണനായിട്ടും ജനിക്കേണ്ടി വന്നത്. ഈ ജന്മത്തിൽ ആരോടും മിണ്ടിടില്ല, ആരോടും ബന്ധം വേണ്ട, ഈശ്വരനോട് മാത്രം മതി എന്ന് നിശ്ചയിച്ച് മൗനമായിട്ട് ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങി. ജനിച്ച കുട്ടി കരഞ്ഞത് പോലുമില്ല, ഒന്നും മിണ്ടണില്ല. കൂടെ ജനിച്ചതായിട്ടുള്ള പെൺകുട്ടി സാധാരണ പോലെ കുട്ടികളുടെ ജ്യേഷ്ഠതകളൊക്കെ കാണിച്ച് കവന്ന് കിടക്കണോ, മുട്ടുകുത്തണോ, നീട്ടി നടക്കണോ, വർത്തമാനം പറയണോ, ഭക്ഷണം ചോദിച്ചു കഴിക്കണോ. എന്തിനാ? ആ പെൺകുട്ടിയുടെ വിവാഹപ്രായം എത്തി, വിവാഹം കഴിഞ്ഞു പോയി. അതിനനുസരിച്ച് മറ്റേ കുട്ടി വളർന്നിട്ടുണ്ടോന്നേ ഉള്ളൂ, ഒന്നും മിണ്ടിയില്ല. ഉപനയന സമയത്ത് പുണുണ്ടീച്ചു കൊടുത്തോ പോലും ഒരു മന്ത്രവും ഉച്ചരിക്കാൻ തയ്യാറായില്ല. അങ്ങനെയുള്ള ആ ബ്രാഹ്മണൻ ഈ കുട്ടിയുടെ വളർച്ച കണ്ടിട്ട് കഷ്ടം, ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് ചെവി കേൾക്കാണ്ട് പറഞ്ഞാൽ കേൾക്കൂല, കേക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ പറഞ്ഞതൊക്കെ അനുസരിക്കുന്നുണ്ട്. കഴിക്കൂ എന്ന് പറഞ്ഞാൽ കഴിക്കുന്നുണ്ട്, എണീക്കൂ പറഞ്ഞാൽ എണീക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞത് മാത്രമേ ചെയ്യുള്ളൂ. എണീക്കൂ പറഞ്ഞാൽ എണീക്കോട് നിൽക്കും. ഞങ്ങൾ പോയി കൈ കഴുകൂ എന്ന് പറഞ്ഞാലേ കൈ കഴുകുള്ളൂ. കാരണം എന്താ, അദ്ദേഹത്തിന്റെ മനസ്സിൽ സദാ ഈശ്വരചിന്ത മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്തും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നും മിണ്ടിയതുമില്ല. അച്ഛനും അമ്മയൊക്കെ മരിച്ചു. പിന്നെ അച്ഛന്റെ ആദ്യ ഭാര്യയിലുള്ള സഹോദരന്മാരാണ് നോക്കിയത്. അവർ ധാരാളം പണിയെടുപ്പിക്കും. കാരണം ഒന്നും മിണ്ടില്ലല്ലോ, അതൊന്നും വേണമെന്ന് പറയില്ല, വയ്യാന്നും പറയില്ല. കാടിന്റെ പരിസരത്തുള്ള കൃഷിസ്ഥലത്ത് കാവൽക്കാരനായിട്ട് നിർത്തിയിട്ടേ. ഭക്ഷണം ഇവരുടെ ഭവനത്തില് കേട് വന്ന ധാന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെള്ളത്തിലിട്ട് കൊണ്ടു കൊടുക്കും. കാണാൻ പിന്നെയാകാം സലീപുരീഷാദി പാത്രത്തിന്റെ അടിയിൽ പിടിച്ചതൊക്കെ എടുത്തു വെച്ചിട്ടാണ് കളയേണ്ട കേട്ടോ. അടിയിൽ പിടിച്ചതിന്റെ അവന് കൊണ്ട് കൊടുക്കാം. എന്ത് കഴിച്ചോളും. ഉള്ളിൽ സദാ ഈശ്വരചിന്ത മാത്രമായി നിൽക്കുന്ന ഒരാൾക്ക് താൽക്കാലികമായിട്ട് കിട്ടുന്ന ആഹാരത്തിൽ വല്ല ചിന്തയുണ്ടാവുമോ? നമ്മൾക്ക് ഈശ്വരചിന്ത വേണ്ട പോലെ ഇല്ലാത്തതുകൊണ്ടാണ് ഭക്ഷണ ചിന്ത മാത്രമാണ് അത്രേ. നമുക്ക് ഭജനചിന്തയല്ല ഭോജനചിന്തയുള്ളൂ. അതുകൊണ്ടാണ് ഭോജനത്തില് ഉപ്പ് കുറഞ്ഞു, പുളി കുറഞ്ഞു, സാധു പോരാ, വിഭവം ഒന്നുകൂടി ശരിയായിട്ടില്ല എന്നൊക്കെ തോന്നുന്നത്. ഭോജനചിന്തയല്ല ഭജനചിന്തയാണ് വർദ്ധിച്ചു വരേണ്ടത്. അദ്ദേഹത്തിന് അതുണ്ട്. ഒരിക്കലും ആ കാട്ടിലെ ഒരു കാട്ടാള രാജാവിന് കുട്ടികളില്ലാണ്ട് ഭദ്രകാളിക്ക് മനുഷ്യബലി കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു ഭിക്ഷക്കാരനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. അയാൾ തന്നെ ബലി കൊടുക്കുമെന്ന് മനസ്സിലാക്കി എങ്ങനെയോ രക്ഷപ്പെട്ടു. ആ സമയത്ത് ആളെ കാണാനില്ല. ഭടന്മാർ വേറെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് കൃഷിസ്ഥലത്ത് കാവലിൽ നിൽക്കുന്ന ഇദ്ദേഹത്തെ കണ്ടതും ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി ആ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ മുമ്പിലെത്തി അതൊന്ന് കുളിപ്പിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. കുളിപ്പിച്ചു നോക്കുമ്പോഴാണ് പണ്ടച്ഛൻ കഴുത്തിൽ കൊടുത്ത പൂടൂര് അവിടെയുണ്ട്. ഓ, ബ്രാഹ്മണനാണല്ലേ, നന്നായി. ഒരു ബ്രാഹ്മണനെ ബലി കൊടുത്താൽ ഭദ്രകാളി വേഗം സന്തോഷിച്ചോളും എന്ന് ചിന്തിച്ച് ആ ചുവന്ന പട്ട കൊടുപ്പിച്ച് താമരമാലയെ കഴിഞ്ഞ് ഭദ്രകാളി ക്ഷേത്രത്തില് കൊണ്ടുപോയി ഇരുത്തി. ആ ബലിപീഠത്തില് തല വെച്ച് അവിടെ അങ്ങനെ ഇരുത്തി. അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുക. ആ പൂജ കഴിഞ്ഞ് ശ്രീകോവിലങ്ങളുടെ നട തുറന്നിട്ട് വേണം ബലി കൊടുക്കാനായിട്ട്. സാധാരണ ശ്രീകോവിലിന്റെ നട തുറക്കുമ്പോ ആ ശ്രീകോവിലിന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ച ആ തന്ത്രിയുടെ അദ്ദേഹത്തിന്റെ ആ ഒരു തപസ്സിന്റെ ശക്തിയും അത്രയും കാലം അവിടെ പൂജ ചെയ്തതായിട്ടുള്ള പൂജകന്റെ ആ പൂജയുടെ ശക്തി, തപോനിഷ്ഠ, ആ വാതിൽ അടച്ചിട്ട പൂജയല്ലേ, ആ ദൈവിളക്കിന്റെ ആ ഒരു ജ്വാല, അഷ്ടഗന്ധത്തിന്റെ ആ ഒരു പ്രഭാവം, ഇദ്ദേഹം ചൊല്ലിയ മന്ത്രങ്ങളുടെ, പുഷ്പാഞ്ജലികളുടെ, അവിടെയുള്ള അലങ്കാരങ്ങളുടെ ആ ശോഭ മുഴുവൻ ആ
ശ്രീകോവിൽ അങ്ങനെ അടഞ്ഞു കൂടി നിൽക്കുക. ശ്രീകോവിൽ അങ്ങോട്ട് തുറക്കുമ്പോ ആ പ്രഭ ഒന്നിച്ചങ്ങോട്ട് മുമ്പിൽ തുറക്കാൻ നിൽക്കുന്നവരിലേക്ക് വരും. എല്ലാവർക്കും അതങ്ങോട്ട് സഹിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ആ ഭഗവാന്റെ തേജസ് ചിലപ്പോൾ ചില ബോധക്ഷയൊക്കെ വരും. അത് വരാണ്ടിരിക്കാൻ വേണ്ടി മേശാന്തി എന്ത് ചെയ്യണോ? മേശാന്തി നട തുറന്നാൽ ലേശം വെള്ളം എടുത്ത് തളിക്കണം ആ ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കുന്നവരെ. അവിടെ ഗോപുരത്തിൽ നിൽക്കുന്നവരെ പോയി തളിക്കാറുണ്ടോ? ഇല്ല. മണ്ഡപത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്നവരില്ല. ആ സോപാനത്തിൽ നിൽക്കുന്നവരെ മാത്രം, അവർ മാത്രമേ തളിക്കേണ്ടു. എന്താ? ആ വിഗ്രഹത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള ശോഭ ചിലപ്പോൾ അവർക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ആ തീർത്ഥം തളിക്കുക അവരെ. അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു തീർത്ഥം അവരെ കളിക്കണത്. ഇവിടെ എന്താ ഉണ്ടായത് അറിയോ? ഇവിടെ നട തുറന്നപ്പോ ശ്രീകോവിൽ നിന്നും ഭദ്രകാളിയുടെ ചൈതന്യം ഇങ്ങോട്ട് വരുന്നതല്ല ഉണ്ടായത്. ബ്രഹ്മതേജസ അതിദുർവിഷഹേണ ദന്തഹ്യമാനേന വപുഷാ സഹസ ഉച്ചചാട സൈവ ദേവീ ഭദ്രകാളി. നടങ്ങട് തുറന്നപ്പോ മൗനവ്രതം എന്ന വലിയ തപസ് കൊണ്ട് സിദ്ധി വരുത്തിയ ഈ ബ്രാഹ്മണന്റെ ബ്രഹ്മതേജസ് വിഗ്രഹത്തിലേക്ക് അങ്ങോട്ട് അടിച്ച് അതിദുർവിഷഹേണ ദന്തഹ്യമാനേന. ഭദ്രകാളിക്ക് ആ വിഗ്രഹത്തിൽ ഇരിക്കാൻ പറ്റിയില്ല, അത്ര ചുട്ടു കൊള്ളുക. ഭദ്രകാളി ഒരൊറ്റ ചാട്ടം ചാടി അത്രേ. ഉച്ചചാട സൈവ ദേവി ഭദ്രകാളി അങ്ങനെ പുറത്തേക്ക് ചാടി. വൃഷമർഷാവേശാരവസ ഭൃകുട്ടി വിലസിത ദംഷ്ടാരുണേക്ഷണാടോപാധി ഭയാനകവദന ഹന്തു കാമവേദ മഹാ അട്ടഹാസമിതം ബ്രഹ്മേണ. അനവധി കൈകളിലെ ആയുധങ്ങള് പാമ്പ്, വാള്, വള, വട്ടക, ശൂലം, ദാരികന്റെ തല, എന്തൊക്കെ ആയുധങ്ങളുമായിട്ട് ഭദ്രകാളികൾ ചാടി. ഓരോരോ ആയുധങ്ങൾ അങ്ങനെ കിലുക്കിയും കൊണ്ട്, അരമണി കിലുക്കിയും കൊണ്ട്, കാലിലെ ചെലമ്പ് കിലുക്കിയും കൊണ്ട് അങ്ങനെ ചാടിയപ്പോഴേക്കും എല്ലാവരും പേടിച്ചു അത്രേ. ഈ ബ്രാഹ്മണന്റെ തല വെട്ടാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ആ വെളിച്ചപ്പാടിന്റെ കയ്യിലെ വാളുകൾ വാങ്ങി അദ്ദേഹത്തിന്റെ തലകൾ വെട്ടി ചോരകൾ കുടിച്ചു അത്രേ. അപ്പോഴേക്കും വിഗ്രഹത്തിന് ഭദ്രകാളിയുടെ പരിവാരങ്ങൾ, ഭൂതഗണങ്ങൾ അങ്ങോട്ട് വന്നു. ഒരു ഭൂതഗണത്തിന് തലകിട്ട് കൊടുത്തു അത്രേ. അവൻ ആ തല പിടിച്ചിട്ട് ആ കഴുത്തുനിന്ന് ഒഴുകി വരുന്ന ചോര കുടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മറ്റു ഭൂതഗണങ്ങൾ എനിക്ക് എന്ന് കൈ നീട്ടിയപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന കടാള രാജാവിന്റെയും ഭാര്യയുടെയും ഭടന്മാരുടെയും വാദ്യക്കാരുടെയും ആ ഭദ്രകാളിയുടെ മുമ്പിൽ ബ്രാഹ്മണനെ ബലി കൊടുക്കുന്നതിന് അനുകൂലിച്ച എല്ലാവരുടെയും ശിരസ് അറുത്തുകൊണ്ട് ശിരക്കന്തുകലീലയ. ആ ശിരസ് കൊണ്ട് ഭദ്രകാളിയും കൂട്ടുകാരും കൂടി പന്ത് കളിച്ചു എന്നാണ് പറഞ്ഞത്. ഇപ്പോ അവിടെ എല്ലാവരുടെയും കഥ കഴിഞ്ഞു. ദേവി ആ ഭരതയോഗീശ്വരനെ നോക്കി ഇത്രേ. അദ്ദേഹത്തിന്റെ മുഖത്ത് എന്താ ഭാവം? യാതൊരു മാറ്റവും ഇല്ല. തന്നെ വെട്ടിക്കൊല്ലാൻ പോവുകയാണെന്ന് കണ്ടപ്പോ ഒരു പേടിയോ, ഇപ്പൊ ഭദ്രകാളി വന്ന് രക്ഷിച്ചപ്പോ ഒരു സമാധാനമോ ഒന്നുമില്ല. അദ്ദേഹത്തിന് എപ്പോഴും ഒരേ ഭാവമേ ഉള്ളൂ. സജ്ജനങ്ങൾക്ക് അങ്ങനെയാണെന്ന് പറയാ. ഭക്തന്മാർക്ക് എപ്പോഴും ഒരേ ഭാവമേ ഉണ്ടാവുള്ളൂ. അവരുടെ മുഖത്ത് ദേഷ്യമോ അല്ലെങ്കിൽ ചില സമയത്ത് അതിയായ സന്തോഷമോ അതിയായ ദുഃഖമോ ഒന്നും കാണില്ല. അവരുടെ മനസ്സ് എപ്പോഴും സമമാണ്. അതുകൊണ്ട് അവർക്ക് സമാധാനം ഉണ്ടാവും. നമ്മളുടെ മനസ്സ് സമമല്ലാത്തതുകൊണ്ടാണ് നമുക്ക് സമാധാനം ഇല്ലാത്തത്. നിന്ദിക്കുകയാണെങ്കിലും ഒരാൾ വന്ദിക്കുകയാണെങ്കിലും ഒരുപോലെ മനസ്സിനെ നിർത്തണം. മനസ്സിന്റെ അവസ്ഥ സമമാക്കി നിർത്തണം എന്ന് പറയണു. ആ ഭദ്രകാളി വീണ്ടും ആ വിഗ്രഹത്തിലേക്ക് ലയിച്ചു എന്ന് പറയുക. തനിക്ക് കുറച്ചും കൂടി കർമ്മം എന്തെങ്കിലും ബാക്കി ഉണ്ടാവും, അതുകൊണ്ടാവും ഇപ്പൊ തല വേർപെടാണ്ടിരുന്നത് എന്ന് ചിന്തിച്ച ഭരതയോഗീശ്വരൻ നടന്ന് ആ പ്രദേശത്തിന്റെ പേര് സിന്ധു സൗവീരം എന്ന ദേശമാണ്. നടന്ന് അവിടെ സിന്ധു സൗവീരത്ത് ഇക്ഷുമതി എന്ന പേരുള്ള ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയുടെ തീരത്ത് അങ്ങനെ പോയിരുന്നു അത്രേ. അപ്പോഴാണ് ആ വഴിക്ക് അവിടുത്തെ സിന്ധു സൗവീരദേശത്തെ രാജാവായിട്ടുള്ള രഘുഗണൻ വരുന്നത്. ഇതുവരെ ഒരക്ഷരം മിണ്ടാണ്ട് ജീവിച്ച ഈ ഭരതയോഗീശ്വരൻ രഘുഗണൻ എന്ന ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ഭാഗം നമുക്ക് 3 മണിക്കുള്ള ആ പ്രഭാഷണത്തില് ആ ഭരത രഘുഗുണ സംവാദവും അജാമിള ഉപാഖ്യാനവും ഒക്കെ കേൾക്കാം. വൈകുന്നേരം ആ നരസിംഹാവതാര കഥയും ഇപ്പോ ഭഗവത്പാദത്തിൽ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.